ചെയ്യാം. പ്രോഗ്രാമിൽ ഏതാദ്യം ചെയ്യണത്? അതിന്റെ മുന്നേ നമുക്കേ നമ്മളെ മുന്നേ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നല്ലോ സ്ട്രിങ്ങില്, ആ വിന്നർ ഒന്ന് ഡിക്ലെയർ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ പ്രോബ്ലംസ് ഒക്കെ നോക്കിയപ്പോ അതായത് ഒരു കറക്റ്റ് ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. അത് നമ്മള് ഏകദേശം എന്താ പറയാ ആ ഒരു രീതിയിൽ ചെയ്ത യോജിച്ച ആളെന്നെ നമുക്ക് എടുത്തിട്ടുണ്ട്. ആർക്കേലും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞതാണ്, പിന്നെ അവന് നിർബന്ധം കൊടുക്കണം, അവൻ എന്തായാലും കൊടുത്തേക്കാം. അയാളുടെ പേരാണ് എന്തായാലും നമ്മള് ഫസ്റ്റ് വീഡിയോയില് വിന്നർ ഉണ്ടായിരുന്നല്ലോ, രവി ഗണേഷ് എം. രവി ഗണേഷ് എം. നിങ്ങൾ വിചാരിക്കും ദിൽഷാദിന്റെ അപരനാമം വല്ലതുമാണോ, അവനാണ് കാശുകൊടുക്കാൻ ചിന്തിക്കേണ്ട, ആരാന്ന് പോലും എനിക്ക് അറിയില്ല. രവി ഗണേഷ് എം രണ്ടാമതും കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടി തോന്നുന്നുണ്ട്. പിന്നെ അതിലുണ്ടായത് ഒരു എന്താ വെച്ച് കഴിഞ്ഞാല് അതില് രവി ഗണേഷ് ഒരു ലൂപ്പ്, അതിന്റെ ഉള്ളില് ഒരു സ്ട്രിങ് വാല്യൂനെ എന്താ പറയാ str+ എന്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുമ്പോ എന്താ, എന്നിട്ടോ കോംപ്ലക്സിറ്റി എഴുതിയത് (n) ആയിരുന്നു. അതായത് ഒരു ലൂപ്പ് ഉള്ളൂ എന്നുള്ളതിലാണ് (n) എഴുതിയത്. ഈ സ്ട്രിങ്ങിൽ കൺകാറ്റിനേഷൻ നടക്കുമ്പോൾ അവിടെ പുതിയ സ്ട്രിങ് ഉണ്ടാക്കുന്നുണ്ട് ഓരോ കൺകാറ്റിനേഷനിലും. അപ്പൊ n ടൈംസ് അവിടെ ആ കൺകാറ്റിനേഷനും ഇത് വർക്കാവും. അപ്പോ എന്താണ്, ഈ ഫോർ ലൂപ്പും ഉണ്ട് മറ്റേതും ഉണ്ട്, രണ്ടുകൂടി ആകുമ്പോ അത്രയും വർക്ക് ചെയ്യും. അപ്പോ ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സ്ട്രിങ്ങിനെ ഇത് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ക്യാരക്ടർ അറേ, അല്ലെങ്കിൽ ഇപ്പൊ ജാവയിലാണ് സ്ട്രിങ് ബിൽഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടർ അറേ പോലെ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പിൽ ഇത് അപ്പൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ആ ഒരു സാധനം മാത്രം ഒന്ന് മാറ്റി കഴിഞ്ഞാല് അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. അവന്റെ കമന്റ് എന്തായാലും ഒന്ന് പിൻ ചെയ്ത് വെക്കണം. പിൻ ചെയ്ത് വെക്കുകയും ചെയ്യുന്ന പുറമെ നമ്മൾ ശരിക്കുള്ള ആൻസർ ഉണ്ടല്ലോ, ആൻസർ അതിന് താഴെ കമന്റ് ആയിട്ട് ഇട്ട് കൊടുത്തേക്കണം, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട്, പിന്നെ കാണുന്ന ആൾക്കാർക്ക് ആൻസർ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അവനെ എന്തായാലും ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഞങ്ങളിത് അപർണ കൊണ്ടുവന്നാന്ന് അറിയണല്ലോ നമുക്ക്, അത് നമുക്ക് കുറച്ച് പരിചയപ്പെടുത്താന്ന് വിചാരിക്കണം. അവന്റെ ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ പറയുള്ളൂ. അവന്റെ ആ പേരിൽ തന്നെ ഒരു ഫോട്ടോ ഉണ്ട്. അല്ല, ഇത് കഴിഞ്ഞിട്ട് ലൈവ് പോസ്റ്റ് ചെയ്യാം, നമുക്ക് ലൈവിൽ അവനെ കൊണ്ടുവരാം, വീഡിയോയിൽ കൊണ്ടുവരാൻ നോക്കാം. പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ഇന്നത്തെ കാര്യത്തിലൂടെ എടുക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്, ഇപ്പൊ കുറച്ചു മുന്നേ നമ്മളെ ഫായിസ് ബൈനറി സെർച്ച് ട്രീ അതിനെ പറ്റി കുറെ പഠിപ്പിച്ചല്ലോ. അപ്പൊ അതെങ്ങനെ നമ്മൾ പ്രോഗ്രാമിൽ ഇംപ്ലിമെന്റ് ചെയ്യാ എന്നുള്ള ആദ്യം നോക്കി. അതെല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ട്രീ ഇത്ര നേരം നമ്മൾ പഠിച്ചതൊക്കെ നമ്മള് അറയിൽ വെക്കാം, ലിങ്ക് ലിസ്റ്റ് വെക്കാം, അപ്പുറത്ത് വെക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിലിപ്പോൾ എങ്ങനെ വെക്കുക, അറയിൽ വെക്കാൻ പറ്റുമോ, ലിങ്ക് ലിസ്റ്റ് വെക്കാൻ പറ്റുമോ, ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് ഉണ്ടാക്കുക, ട്രീ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ എങ്ങനെ കോഡ് ചെയ്ത് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ള ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ട്, റൗണ്ടല്ല നോഡ്, അവിടുന്ന് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട്, അതിമൊന്നും വേറെ പോകുന്നുണ്ട്. ഇതൊക്കെ കോഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നല്ല ഡൗട്ട് ഉണ്ടാവും. നമുക്ക് സെയിം ഇതുവരെ യൂസ് ചെയ്ത ലിങ്ക് ലിസ്റ്റ് കൺസെപ്റ്റ് അല്ലേ, ഏകദേശം ആ ഒരു കൺസെപ്റ്റ് തന്നെ. കാരണം ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉണ്ടായിരുന്നത് ഒരു നോഡ്, പിന്നെ ലീനിയർ ആയിട്ട് മാത്രം നോഡ്സ് ഇങ്ങനെ കണക്ട് ചെയ്യായിരുന്നു. ഇതിലൊന്നുമില്ല. ഇതിലിപ്പോ നമ്മൾ ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ എന്താ യൂസ് ചെയ്തത്, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം യൂസ് ചെയ്ത് ആ നോഡിന്റെ ഒബ്ജക്റ്റ് ആയിട്ട്. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ട്രീക്ക് ഉള്ളത് ഇവിടെ ഒരു നെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. ട്രീക്ക് ഉള്ളത് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്, രണ്ട് സൈഡില് ബൈനറി ട്രീന്റെ കേസിലാട്ടോ ഇത്. മറ്റേതാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. പോയിന്റ് ചെയ്യണത് നമുക്ക് നെക്സ്റ്റും ഉണ്ടാവും, അല്ലെങ്കിൽ ലെഫ്റ്റും ഉണ്ടാവും റൈറ്റും ഉണ്ടാവും. നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മള് എന്താണ് ഡബ്ല്യൂ ലിങ്ക് ലിസ്റ്റിൽ പ്രീവിയസും നെക്സ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ലെഫ്റ്റും റൈറ്റ് ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിവിടെ നമ്മുടെ ലിങ്ക് ലിസ്റ്റ് ഒക്കെ കണ്ടവർക്കാണെങ്കിൽ ഇത് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ വെച്ചിട്ടൊന്ന് എഴുതിയിട്ടുണ്ട്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ജസ്റ്റ് ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നോഡ് ക്ലാസ്സിൽ ലെഫ്റ്റും റൈറ്റും നോഡ് ഉണ്ടാക്കി, നമ്മൾ ഡബ്ല്യൂല് പ്രീവിയസും നെക്സ്റ്റും ഉണ്ടാക്കി. അതേപോലെ ഒരു കൺസ്ട്രക്ടർ എഴുതി നമ്മൾ ആ ഒരു ഡാറ്റ എടുത്തിട്ട് അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോ ലിങ്ക് ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മള് ഹെഡ് ഡിക്ലെയർ ചെയ്യുമല്ലോ, പിന്നെ ചിലതിൽ ടെയിലും ഡിക്ലെയർ ചെയ്യും. അതേപോലെ ഇതിനുള്ളത് റൂട്ടാണ്. ഈ സാധനത്തിന് പറയുന്ന പേരാണ് റൂട്ട്. റൂട്ടാണ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കാം. അപ്പൊ ഒരു നോഡ് റൂട്ടും ഉണ്ടാക്കി. ഓക്കെ, ആ ബൈനറി സെർച്ച് ട്രീന്റെ ക്ലാസ്സിൽ. പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഈ ബൈനറി ട്രീ ചെയ്യാണ്ട് എന്തോടാണ് ബൈനറി സെർച്ച് ട്രീ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ളത്. അതൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ബൈനറി ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാണ്, നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാം, പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. അപ്പൊ ബൈനറി സെർച്ച് ട്രീ ആകുമ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനൊക്കെ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ഇൻസേർട്ട് ചെയ്യാം.
മറ്റേത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ എല്ലാവർക്കും മനസ്സിലാവും, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ബൈനറി ട്രീന്റെ തന്നെ ഒരു ചെറിയൊരു റൂൾ വെച്ച സാധനമാണ് ബൈനറി സെർച്ച് ട്രീ. മെയിനായിട്ട് ആ ഒരു ലെഫ്റ്റില് ചെറുത് റൈറ്റില് വലുത് എന്നുള്ള ആ ഒരു അതൊന്നും പിന്നെ അത്ര കോമണും അല്ല, ഇവിടെ അങ്ങനെ ഇതാക്കില്ല. ഈ ബൈനറി ട്രീ, ബൈനറി സെർച്ച് ട്രീ, പിന്നെ ഹീപ്പ്, പിന്നെ ഇതൊക്കെ മനസ്സിലായ എന്താ അറിയോ, ഇപ്പൊ ഇത് ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് അടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട്. അതെ, അത്രേ കാര്യമുള്ളൂ. ആ വേണമെന്നുണ്ടെങ്കിൽ ആലോചിച്ചുണ്ടാക്കാവുന്ന കേസുകളുള്ളൂ ഇതൊക്കെ. പിന്നെ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഫായ്സ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും 3 പ്രോപ്പർട്ടിയാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. ഒന്ന് ഇൻസേർട്ട്, ഒന്ന് സെർച്ചിങ്, ജസ്റ്റ് ട്രാവേഴ്സ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാനുള്ളത്, പിന്നെ വേറെ ഒന്ന് എന്തായിരുന്നു റിമൂവല്. അപ്പൊ ആ 3 നമ്മളിപ്പോ ചെയ്യുന്നത്. ഒന്ന് ഇൻസേർട്ട്, ഒന്ന് കണ്ടെയ്ൻസ് സെർച്ച് ചെയ്യാന്നുള്ളത് ഉണ്ടോ എന്നുള്ളൊരു കണ്ടെയ്ൻസ്, പിന്നെ റിമൂവ് ചെയ്യണം അല്ലേ. റിമൂവ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇൻസേർട്ടിലേക്ക് നോക്കാം. ഇൻസേർട്ട് ഒന്നും റിട്ടേൺ ചെയ്യില്ലല്ലോ, ഒരു വാല്യൂ ഇതിലേക്ക് ഇടുകയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ചെയ്ത ടൈമിലൊക്കെ ഒരു ഫസ്റ്റ് വേറൊരു ഇത് വെച്ചിട്ട് ആ ഹെഡിനെ എടുത്ത് വെച്ചല്ലോ, എന്നിട്ട് ആ വേരിയബിളാണ് നമ്മളിങ്ങനെ നീക്കുന്നത്. കാരണം ഹെഡിനെ നീക്കാൻ പറ്റുമല്ലോ, അപ്പോൾ ഹെഡ് ലോസ് ആവും. അതേപോലെ നമ്മൾ റൂട്ടിനെ നീക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കറണ്ട് നോഡ് ഈക്വൽ ടു റൂട്ടിൽ നിന്ന് എടുത്തു വെച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ കറണ്ട് നോഡിനെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് പോവാ. നമ്മുടെ ഫസ്റ്റ് കേസ് ഒരു നോഡും ഒന്നുമില്ല. ആ കേസിൽ നമുക്ക് എന്താ വേണ്ടത്, പുതിയ ഒരു നോഡ് ഉണ്ടാക്കി അതിനെ റൂട്ടാക്കി വെക്കും. ആ കേസ് വെച്ചാൽ എന്തായിരിക്കും, റൂട്ട് നള്ളാവുന്ന കേസിലാണ് അത് ഉണ്ടാവുക. അതെ, കറണ്ട് നോഡ് നള്ളാണോ നോക്കി. കറണ്ട് നോഡ് നള്ളാണെങ്കിൽ റൂട്ട് ഈക്വൽ ടു റൂട്ട് അസൈൻ. റൂട്ട് അസൈൻ നീ എപ്പോഴും മാറ്റി പറയും. ന്യൂ നോഡ് ഡാറ്റ. അപ്പൊ അതവിടെ ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, റിട്ടേൺ ചെയ്യാം. ബാക്കി നമ്മൾ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, റിട്ടേൺ അടിച്ച്. ഓക്കെ, ഇനി ഇപ്പോ ഈ നോഡ് ഇവിടെ റൂട്ട് ഇവിടെ വന്ന് ആ കേസിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ ഈ ഒരു ട്രീയോ അല്ലെങ്കിൽ വലിയൊരു ട്രീ ആണെങ്കിൽ ഞാൻ അടിയിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അടിയിലേക്ക് പോകാൻ ഒരു ലൂപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വൈൽ നേടി ജസ്റ്റ് ട്രൂ കൊടുത്ത് നമ്മൾ തൽക്കാലം വെറുതെ ലൂപ്പ് ചെയ്ത് പോകാൻ വേണ്ടിട്ട്. എന്നിട്ട് ആദ്യം ഞാൻ നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, വൈൽ ലൂപ്പ് പഠിക്കാത്തവരുണ്ട്. വൈൽ ലൂപ്പ് നമ്മള് മുന്നത്തേലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈൽ ലൂപ്പ് യൂസ് ചെയ്യുക, ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ഫാൾസ് കൊടുക്കുക. ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐ ലെസ് ദാൻ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യില്ലേ, അവിടെ ചെയ്യുന്ന സംഭവം തന്നെയാണ് ട്രൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ ഫസ്റ്റ് എന്താ ചെയ്യുക, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ലൂപ്പ് ഇട്ടത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ എവിടെയെങ്കിലും നോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യണം, ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ സാധനം ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 10 ആണുള്ളത്, ഞാനിപ്പോൾ ഒരു 5 ആഡ് ചെയ്യാൻ പറഞ്ഞു. 5 ആഡ് ചെയ്യാൻ പറഞ്ഞ എന്താണോ, അത് ഈ 5 10നെ കാട്ടിയും ചെറുതാണോ വലുതാണോ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടീഷൻ നോക്കാം. ഈ ഡാറ്റ ആണ് നമ്മളിപ്പോൾ പുതിയ എഴുതിയത്, ഡാറ്റ ലെസ് ദാൻ കറണ്ട് നോഡ് ഡോട്ട് ഡാറ്റ ആണോ നോക്കി. ആണെങ്കിൽ ഒരു കേസ്, ഞാൻ അല്ലെങ്കിൽ എന്നുള്ളതിന് ഞാൻ ജസ്റ്റ് ഒരു എൽസ് എഴുതി. ഞാൻ ആണെങ്കിൽ ഇപ്പോൾ ഇത് ഇതിനെക്കാട്ടും ചെറുതാണ്. ആണെങ്കിൽ നമ്മളൊരു കാര്യം കൂടി നോക്കണത്, ഇഫ് കറണ്ട് നോഡ് ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ ടു നള്ളാണോ എന്ന് നോക്കണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേസൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു 11 ആണെങ്കിൽ ഇതിന് ഇവിടെ എന്തുണ്ട്, വേറൊരു വാല്യൂ ഉണ്ട്, അപ്പൊ അതിനെ മാറ്റാൻ പറ്റൂല. അപ്പോ നള്ളാണോ നോക്കി. നള്ളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ കറണ്ട് നോഡ് ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ് പറഞ്ഞിട്ട് ആ ഡാറ്റ ഉണ്ടാക്കി ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അത്രയും ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലൂപ്പ് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ആ ലൂപ്പിന്റെ പുറത്ത് വന്നു, കാരണം ഇത് ഇൻസേർട്ട് ആയല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ട സാധനം ഈ കറണ്ട് നോഡ് ലെഫ്റ്റ്, അതായത് ഇപ്പോൾ ഈ കേസ് നോക്കി നോക്കാം. ഇപ്പോൾ 10 ആണ്, ഇവിടെ 8 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരണല്ലോ ഇനി. അപ്പോൾ കാരണം ഇതിന്റെ റൈറ്റോ ലെഫ്റ്റോ ആണ് ഇനി ഇടാണ്ടാവുക. അപ്പോൾ എൽസ് അല്ല, ഈ നള്ളല്ല, അവിടെ എന്തോ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് നോഡിന്റെ ലെഫ്റ്റിലേക്ക്
ആ കറണ്ട് നോഡിനെ ലെഫ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ എന്ത് ചെയ്ത് ഇപ്പൊ നമ്മളെ കറണ്ട് നോഡ് ഇവിടെ എത്തി. പിന്നെ അടുത്ത ഇറ്ററേഷനിൽ അതിന്റെ ഉള്ളിൽ കയറുമ്പോ എന്തായിരിക്കും, അത് എക്സിക്യൂട്ട് ആവൂലേ. ഇനി നമുക്ക് റൈറ്റിന്റെ കേസ് എന്ത് ചെയ്യാ, ഇതേപോലെ ചെയ്യാം. ഒരു ഇഫും ആ എൽസ് കേസിൽ ഈ സെയിം സാധനം ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് ഇട്ടിട്ട് ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ. നമ്മൾ കറണ്ട് നോഡ് ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ ടു നള്ളല്ല നോക്കേണ്ടത്, എന്താ നോക്കേണ്ടത്, റൈറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ റൈറ്റിലേക്കാണ് പുതിയത് ആഡ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോഴും റൈറ്റിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. ഇത്രയും ചെയ്താ ഇൻസേർട്ട് ആയി. സിമ്പിൾ ആണ്, സിമ്പിൾ സാധനം. ബാക്കി മൊത്തം അതിങ്ങനെ ചെക്ക് ചെയ്ത് പോയിക്കോളൂ. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു 15 ആണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ റൈറ്റ് ആണ്. ഇവിടെ വന്ന് ഇവിടെ റൈറ്റിലേക്ക് ഇതിനെക്കാട്ടി വലുതാണ് 15, റൈറ്റില് വാല്യൂ ഇല്ല. അപ്പൊ ഇവിടേക്ക് ആ 15 എന്ത് ചെയ്ത് ആഡ് ചെയ്തോളൂ. ഇനി അടുത്തതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടെയ്ൻസ് ഉണ്ടോ എന്ന് നോക്കുന്നത്. അതും എന്ത് ചെയ്യാ, നമ്മളിപ്പോ ഇതിൽ 50 ഉണ്ടോ നോക്കുക. എങ്ങനെ, ഇപ്പൊ 15 ആണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അത് ആദ്യം 10-നെക്കാട്ടി വലുതാണോ ചെറുതാണോ 15 നോക്കി. കാരണം നമ്മള് വലുതാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് പോയാൽ മതി, ചെറുതാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് പോയാൽ മതി. വലുതാണെന്ന് കാണുമ്പോ ഞാൻ ഇതിനെ പിടിച്ച് ഇങ്ങോട്ടിടാ. ഇതിപ്പോ ഇങ്ങനെ പോകുമ്പോ നമുക്ക് ഒരു എൻഡ് ഉണ്ടാവും. നള്ളെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാ, ഇപ്പൊ ഞാനിവിടെ 16 എടുത്തു. അപ്പോൾ ഇവിടെ എത്തിയാൽ 16 15-നെക്കാട്ടും വലുതാണ്. അപ്പൊ ഞാൻ കറണ്ട് നോഡിന് ഇതിന്റെ റൈറ്റിലേക്ക് ഇടും. റൈറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നള്ളായിരിക്കും. നള്ളായ അതിന്റെ അർത്ഥം എന്താണ്, സാധനമില്ല. അപ്പോൾ ഈ ലൂപ്പ് നമ്മൾക്ക് വെറുതെ എന്ത് പറയാൻ പറ്റും, വൈൽ കറണ്ട് നോഡ് നോട്ട് ഈക്വൽ ടു നള്ളാവണ വരെ ഇത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. പിന്നെ ഞാനൊരു റിട്ടേൺ ഫോൾസ് കൊടുത്തിട്ടുണ്ട് പുറത്ത്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ലൂപ്പിന്ന് വെറുതെ എക്സിക്യൂട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് ഒന്നുമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് ആ പോയിന്റ് നള്ളിലേക്ക് എത്തി, അതായത് ഒന്നും എവിടെയും ഫൈൻഡ് ചെയ്തില്ല എന്നുള്ള ഉദ്ദേശമാണ്. ആ വാല്യൂ ഈ ട്രീയിലില്ല. അങ്ങനത്തെ കേസ് വരുമ്പോൾ ആ റിട്ടേൺ ഫാൾസ് ആണ്. അതായത് ഈ വൈൽ ലൂപ്പിലുള്ള കണ്ടീഷൻ ഉള്ളിലൊന്നും റിട്ടേൺ ട്രൂ അടിച്ചിട്ട് പോരാത്തൊരു കേസ്, അങ്ങനെയുള്ള കേസ് കിട്ടുകയാണെങ്കിൽ എന്താണ്, ഈ ട്രീയിൽ എവിടെയും ആ വാല്യൂ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ റിട്ടേൺ ഫാൾസ് കൊടുത്തിട്ടുള്ളത്. അത് കണ്ടെയ്ൻസ് വിളിക്കുന്ന വാല്യൂ പാസ് ചെയ്യുമ്പോൾ വെച്ച് ചെക്ക് ചെയ്യും. കണ്ടെയ്ൻസ് ഫംഗ്ഷനിൽ ഒരു ആർഗ്യുമെന്റ് കൊടുക്കുമല്ലോ, ആ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ കണ്ടെയ്ൻസ് ഫംഗ്ഷൻ തിരിച്ച് വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും എന്താണ്, ബൂളിയൻ വാല്യൂ ഫാൾസ് ആണോ ട്രൂ ആണോ എന്നുള്ളത്. ഫാൾസ് ആണ് വാല്യൂ ഇല്ല, ട്രൂ ആണെങ്കിൽ അവിടെ വാല്യൂ ഉണ്ട്. ഞാൻ ഈ വൈലിൽ എന്ത് ചെയ്തു, ഇഫ് ഡാറ്റ ലെസ് ദാൻ കറണ്ട് നോഡ് ഡോട്ട് ഡാറ്റ ആണെങ്കിൽ എന്ത് ചെയ്യണോ, ഇപ്പോൾ ഇതിനെക്കാട്ടും ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് നീക്കല്ലേ നമ്മൾ ചെയ്യാം. അങ്ങനെ നീക്കിയിട്ടാണല്ലോ പോവാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കറണ്ട് നോഡ് ഈക്വൽ ടു കറണ്ട് നോഡ് ഡോട്ട് ലെസ് ദാൻ ആകുമ്പോൾ ലെഫ്റ്റിലേക്കാണ് നീക്കേണ്ടത്. ഇനി എൽസ് ഇഫ് കറണ്ട് ഇത് ഡാറ്റ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇതിനെ അങ്ങോട്ട് നീക്കണം, റൈറ്റിലേക്ക് നീക്കണം. ഇനി വേറൊരു കാര്യമുണ്ട്, ലെസ് ദാനും ഗ്രേറ്റർ ദാനും അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ചെറുതുമല്ല വലുതുമല്ല. അപ്പൊ അതാണ് അപ്പൊ എന്ത് ചെയ്ത് എൽസ് റിട്ടേൺ ട്രൂ. സിമ്പിൾ കാര്യം അല്ലേ, അതെവിടേക്ക് പോയി. ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു 2-3 നോഡ് ആഡ് ചെയ്തിട്ട് കണ്ടെയ്ൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അതുണ്ടോ എന്ന് നോക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. സിമ്പിൾ കോഡ് ഇപ്പൊ മനസ്സിലായില്ലേ. ട്രീ തന്നെ പേടിച്ചു, പക്ഷെ വളരെ സിമ്പിൾ ആണ് അല്ലേ. ട്രീ ഡോട്ട് ഇൻസേർട്ട് ഒരു വാല്യൂ പറയും 10, അടുത്തത് 8, തന്നെ ഈ വാല്യൂന് കൊടുത്തു 8 11 മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രിന്റ് ചെയ്യാം ഉണ്ടോ ഇല്ല എന്നുള്ളത്. കണ്ടെയ്ൻസ് പ്രിന്റ് ചെയ്യാം. ട്രീ ഡോട്ട് കണ്ടെയ്ൻസ് ആദ്യം ഒരു 8 നോക്കാം. അപ്പം എന്ത് പ്രിന്റ് ആവണം, ട്രൂ പ്രിന്റ് ആവണം. 8 അതിൽ ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ട്രൂ പ്രിന്റ് ആയി. നമുക്ക് വേറെ എന്തെങ്കിലും 15 കൊടുത്ത്
സെറ്റ് സിമ്പിൾ പ്രോഗ്രാം കേട്ടോ. അങ്ങനെ ട്രീ എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ചില്ലേ, ഒരുപാട് സാധനം വരച്ച് ഇതൊക്കെ ചെയ്ത് നോക്കിയ, പക്ഷെ സംഭവം സിമ്പിളാണ്. ഇനിയുള്ളത് നമുക്ക് റിമൂവ്. അതിൽ ചെറിയൊരു കളിയുണ്ട്. റിമൂവ് ചെയ്യുമ്പോൾ പണിയാണ്. അത് ഒരു കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇപ്പോൾ ഇവിടെ ഒരു 10, ഇവിടെ 8, നമ്മളെ ഇത് തന്നെ, ഇവിടെ 11, ഇവിടെ 15 ആണ്. നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, ഈ 10 ഞാൻ റിമൂവ് ചെയ്യാണ്. ആ കേസിൽ ഇപ്പോൾ 15 റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു പണിയില്ല, വെറുതെ ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ 10 റിമൂവ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണോ, ഈ 10ഉം പിന്നെ റൈറ്റിലെ ഇതാണ് റൈറ്റിലെ ഏറ്റവും ചെറുതായിട്ട് ഞാൻ റീപ്ലേസ് ചെയ്യും. ഇവിടെ എന്താക്കി 11 ആക്കി, ഇത് 10 ആക്കി. ഇപ്പൊ ഇതിന് വീണ്ടും അടിക്ക് സാധനം ഉണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ഈ 10 റിമൂവ് ചെയ്യാനുള്ള ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യണം. അപ്പൊ ഇത് വീണ്ടും ഇതേപോലെ റൈറ്റിലെ ചെറുതിനെ റീപ്ലേസ് ചെയ്യും. ഇങ്ങനത്തെ ഒരു കേസ് വരും. ഇപ്പൊ സാധാരണ ജനറലി ഉള്ള കേസിനൊന്നും വരില്ല, പക്ഷെ ചില കേസസിന് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും. ഇപ്പൊ ഇവിടെ ഒരു നോഡ് കൂടി ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ 10 ആയിരുന്നു, ഇവിടെ 11 ആയിരുന്നു, ഇവിടെ ഒരു 10.5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10നും ഈ 10.5നെയാണ് റീപ്ലേസ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടിക്കൊന്നുമില്ല, അപ്പൊ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ ചില കേസിൽ എന്ത് വരും, വീണ്ടും ആ ഫംഗ്ഷന് കോൾ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളവിടെ റിക്കേഴ്സീവ് യൂസ് ചെയ്യണം. റിക്കേഴ്സൺ പക്ഷെ ഒറ്റ വട്ടേ കോളാ ഉണ്ടാവുള്ളൂ മോസ്റ്റ്ലി. അപ്പോൾ റിക്കേഴ്സൺ യൂസ് ചെയ്യണോണ്ട് നമ്മൾ റിക്കേഷൻ്റെ ഒരു വേറെ വീഡിയോ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ റിക്കേഷൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ടാണെന്ന് നോക്കണം. അത് ഈ പ്ലേലിസ്റ്റിൽ ആഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ റിക്കേഷൻ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ 100K പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ റിക്കേഷൻ്റെ വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രോഗ്രാം, ഒരു കോമ്പറ്റീഷൻ പോലെ നല്ല ഡിഫറെൻറ്റ് പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്, നല്ല പ്രൈസ് മണി വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. ആ റിക്കേഷൻ്റെ വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ, ഈ വീഡിയോന് മുന്നേ തന്നെ ആ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക ആ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ റിക്കേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടേ നമ്മൾ ഈ ഫംഗ്ഷനിൽ റിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നോഡൊക്കെ വീണ്ടും പാസ് ചെയ്യുമല്ലോ, അങ്ങനെ പാസ് ചെയ്തിട്ടാണല്ലോ വരിക. അത് നമുക്ക് വെറുതെ ഈ ഫംഗ്ഷനിൽ എഴുതാൻ പറ്റില്ല, വേറെ ഫംഗ്ഷൻ എഴുതു. അതിന് പൊതുവെ നമ്മൾ ഹെൽപ്പർ ഫംഗ്ഷൻ എന്നാണ് പറയല്. പബ്ലിക് വോയിഡ് റിമൂവ് ഹെൽപ്പർ, അങ്ങനെ ആ പേരിന് കൊടുക്കണമെന്നില്ല കേട്ടാ. പേര് കൊടുത്താൽ നോർമലി ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യണം, ഹെൽപ്പർ ഫംഗ്ഷൻസ് അല്ല ഹെൽപ്പർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാന്നുള്ളൂ. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാന്നേ ഉള്ളൂ. മനസ്സിലാവാൻ എളുപ്പമാണ്. അത് എല്ലാ കോഡിംഗ് സ്റ്റാൻഡേർഡ് എല്ലാവരും യൂസ് ചെയ്യുന്ന രീതിയാണത്. അതേപോലെ ഇപ്പോൾ ജാവയിലാണെങ്കിൽ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് വേർഡിന്റെ ഫുൾ സ്മോള്, സെക്കൻഡ് വേർഡിന്റെ ഫസ്റ്റ് ക്യാപിറ്റൽ, എപ്പോഴും നമ്മൾ അങ്ങനെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൽ 2 ആർഗ്യുമെന്റ് ആണ് പാസ് ചെയ്യേണ്ടത്. ഒന്ന് പിന്നെ നീ 100K വാച്ച് ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് നഷ്ടമാണ്. ആയിക്കോട്ടെ, ഇതിലൊരു കറണ്ട് നോഡും പിന്നെ പാരന്റ് നോഡും പാസ് ചെയ്യണം. അതെന്തിനാന്നുള്ളത് നമുക്ക് എഴുതി വരുമ്പോ മനസ്സിലാവും. അപ്പോ ഈ റിമൂവ് ഞാൻ കോൾ ചെയ്യുമ്പോ ഇത് നമ്മള് സാധാരണ പബ്ലിക് ആക്കണ്ട, പ്രൈവറ്റ് ആക്കി. കാരണം മറ്റോടത്തുനിന്ന് ഇതിനെ വിളിക്കേണ്ട ആവശ്യം വെറുതെ. ഇനിയിപ്പോൾ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാവ 100K കോഡിംഗ് ചലഞ്ചിൽ ആക്സസ് സ്പെസിഫൈസിനെ കുറിച്ച് പറയുന്ന ടോപ്പിക് ഉണ്ട്. അവിടെ പോയാൽ പബ്ലിക് പ്രൈവറ്റ് എന്താണെന്നൊക്കെ അറിയും. അതിലോട്ട് പോകും. 8ാമത്തെ വീഡിയോ തോന്നുന്നു, 8ാമത്തെ വീഡിയോയിലുണ്ട്. അത് നമ്മൾ ഈ റിമൂവിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാം, ഹെൽപ്പറിനെ കോൾ ചെയ്യാം. ഹെൽപ്പറിനെ കോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആ ഡാറ്റ ആണ് നമുക്ക് കളയേണ്ട ഡാറ്റ. പിന്നെ ഫസ്റ്റ് കറണ്ട് നോഡ്, ഞാനൊരു ട്രീന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കറണ്ട് നോഡ് ഏതാണ്ടാവുക, റൂട്ട്. അപ്പോൾ റൂട്ട് കൊടുത്തു. പാരന്റിനോട് എന്താ, റൂട്ടിന് എന്തെങ്കിലും പാരന്റ് ഉണ്ടോ? നള്ള് കൊടുത്തു. സിമ്പിൾ. ഇനി വൈല് ഫസ്റ്റ് നമ്മൾ ഒരു സാധനം കളയുമ്പോൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയുള്ള അവിടെ വരെ പോയപ്പോഴേ വൈല് കറണ്ടിനോട് നല്ല അവിടെ വരാണ് നമ്മളിത് ലൂപ്പ് ചെയ്യേണ്ടി വരാം. അപ്പോൾ കറണ്ടിനോട് നല്ല അവിടെ വരെയാണ് എന്ത് നമ്മളിതിങ്ങനെ പോകേണ്ടത്. അപ്പോൾ ഫസ്റ്റ്
ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 16 ഡിലീറ്റ് അല്ലെങ്കിൽ 16 വേണ്ട 15 തന്നെ ആയിക്കോട്ടെ, 15 ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ആദ്യം ഇവിടെ 10 ആയിരുന്നു, ഇവിടെ 11 ആയിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ കറണ്ടിനോട് ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വലുതാണോ ചെറുതാണോ നോക്കണം. വലുതാണെങ്കിൽ ഒരു ഭാഗത്തേക്കും ചെറുതാണെങ്കിൽ വേറൊരു ഭാഗത്തേക്കും അല്ലേ പോവാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ഇഫ് ഡാറ്റ ലെസ് ദാൻ കറണ്ട് നോഡ് ഡോട്ട് ഡാറ്റ ആണോ നോക്കി. റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യണോ? ആ ഓക്കെ, എനിക്ക് ഇത് കിട്ടണില്ല. അപ്പം കിട്ടി. എന്ത് കിട്ടണില്ല? അല്ല, മൗസ് അനങ്ങുന്നില്ല, ടൈപ്പ് ചെയ്യാൻ കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നോക്കി. അപ്പോൾ ആദ്യം നമ്മൾ ഡാറ്റ നമ്മളതിനെക്കാട്ടും വലുതാണോ ചെറുതാണോ നോക്കി. അപ്പോൾ ഡാറ്റ ഇപ്പത്തെ നോഡിലെ ഡാറ്റ നമ്മളെ 15 10 റിമൂവ് ചെയ്യാൻ തന്ന ഡാറ്റ ഇപ്പൊ തന്ന ഡാറ്റനേക്കാളും ചെറുതാണോ നോക്കി. ചെറുതാണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകാൻ വേണ്ടിട്ടാണ്. ലെഫ്റ്റിലേക്ക് പോയിട്ട് നോക്കാൻ വേണ്ടിട്ടാണ്. ചെറുതാണെങ്കിൽ ലെഫ്റ്റിലാണല്ലോ ഉണ്ടാവുക, വലുതാണെങ്കിൽ റൈറ്റിലും ഉണ്ടാവുക. അതാണ് ഈ BSD ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് അല്ലേ. നമ്മൾ സാധാ ട്രീ ആണ്, നമ്മളൊരു ഓർഡർ ഒന്നും ഇല്ലാണ്ട് വാല്യൂ ഇട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ഒരു ട്രീ ആണ്, ഇങ്ങനെ ഓർഡർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ നോഡിലും പോയി നോക്കണം. ഭയങ്കര പണിയാണ്. അത് നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം, ഫുൾ നോഡിലും പോയിട്ട് കിട്ടണ വരെ നോക്കണം. അതുകൊണ്ട് തന്നെ ഓരോ യൂസ് കേസിനനുസരിച്ചും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രീസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് സെർച്ച് ചെയ്യാന്നുള്ളതാണ്. അതാണ് ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത്. സെർച്ച് ചെയ്യാൻ ഭയങ്കര സിമ്പിളാ. കാരണം പകുതി ആയിട്ട് ഇങ്ങനെ കിട്ടും, ലോഗലിൽ നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മള് സാധാരണ സെർച്ചിങ് ഒക്കെ എത്ര N വരും, ഇത് ലോഗനിൽ കിട്ടും. നമ്മൾ ഡാറ്റ കറണ്ട് നോഡിനെ കാട്ടി ചെറുതാണ്, അത് നമ്മൾ ലെഫ്റ്റിലേക്ക് ആക്കണം. അപ്പൊ ആദ്യം നമ്മൾ എന്താക്കണം, പാരന്റ് നോഡ് ഈക്വൽ ടു കറണ്ട് നോഡ് ആക്കുക. എന്നിട്ട് കറണ്ട് നോഡ് ഈക്വൽ ടു കറണ്ട് നോഡ് ഡോട്ട് ലെഫ്റ്റ് എന്ന് കൊടുക്കുക. അതായത് കറണ്ട് നോഡിനെ ഇവിടേക്ക് ആക്കി. അപ്പൊ നമ്മൾ എന്താണ്, ഇതിന്റെ പാരന്റ് ആണല്ലോ ഇത്, ഇപ്പത്തെ കറണ്ട് ആണ് പാരന്റ്. എന്നിട്ട് കറണ്ടിനെ ഇവിടേക്ക് ആക്കി. ആ പാരന്റിനെ കീപ്പ് ചെയ്യുന്ന എന്തിനാന്നുള്ളത് നമ്മൾ റിമൂവ് ചെയ്യുന്ന ടൈം എത്തുമ്പോ നമുക്ക് മനസ്സിലാവും. ഇനി അല്ല, മറ്റേ കേസ് ഏത്, വലുതാവുന്ന കേസ്, റൈറ്റിലേക്ക് മൂവ് ചെയ്യേണ്ട കേസ്. അപ്പോഴും പാരന്റിനോടിനെ കറണ്ട് നോടാക്കി, പക്ഷെ കറണ്ടിനെ എന്താക്കും, കറണ്ട് ഡോട്ട് റൈറ്റ് ആക്കി. ഇനിയാണ് നമ്മളെ മെയിൻ സാധനം. ചെറുതുമല്ല വലുതുമല്ല എന്നതാണ് അതിന്റെ അർത്ഥം. എന്താ, അതാണ് ഇവിടെയാണ് നമ്മളിനി കുറച്ചൊന്ന് കളിക്കാൻ പോകുന്നത്. ഇനി ഫസ്റ്റ് കേസ്, ഇപ്പോ ഈ ട്രീ തന്നെ എടുക്കാം. ഇപ്പൊ നമ്മുടെ 10 ആണ് കളയണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുണ്ട്, ഈ 10ന് ഇവിടെ റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. ആ കേസ് നമ്മൾ ഓരോ നോഡുള്ളതും ഇല്ലാത്ത കേസൊക്കെ ഇതിൽ ചെയ്യാണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നോക്കേണ്ടത്, ഇഫ് ഇപ്പോൾ ഇത് ഈക്വൽ ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണല്ലോ, അത് പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കറണ്ട് നോഡ് ഡോട്ട് ലെഫ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ള് ആൻഡ് കറണ്ട് നോഡ് ഡോട്ട് റൈറ്റ് ഈക്വൽ നോട്ട് ഈക്വൽ ടു നള്ള്. അതായത് ലെഫ്റ്റും ഡിലീറ്റ് ചെയ്യേണ്ട സാധനത്തിന് ലെഫ്റ്റിലും റൈറ്റിലും വാല്യൂ ഉണ്ട്, നോഡ് ഉണ്ട്, ചൈൽഡ്സ് ഉണ്ട്. ആ കേസാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. അപ്പോ ഇപ്പൊ ഈ കേസിൽ നമ്മള് എന്താ പറയുന്നത്, വന്ന് ഫായ്സ് പറയുന്നല്ലോ, നമ്മള് ഈ ഇവിടുത്തെ ഏറ്റവും ചെറിയ വാല്യൂ എടുക്കണം, റൈറ്റിൽ ഏറ്റവും ചെറിയ വാല്യൂ എടുത്തിട്ട് ഇവിടേക്ക് വെക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മളപ്പോൾ അതിനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റിൽ ഒരു നോഡ് തന്നു കഴിഞ്ഞാൽ അതിന്റെ താഴേക്കുള്ള ഏറ്റവും ചെറിയ വാല്യൂ എടുക്കുക ഒരു ഫംഗ്ഷൻ എഴുതാ. ഓക്കെ, ഗെറ്റ് മിനിമം വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ എഴുതാ. പബ്ലിക് വോയിഡ് അല്ലേ വരിക, ഇൻഡ് വരും. കാരണം ആ വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ എഴുതുന്നത്. ഗെറ്റ് മിൻ അത് നമ്മളിതിൽ എന്ത് ചെയ്യണം, ഒരു നോഡ് പാസ് ചെയ്യാം. നോഡ് കറണ്ട് നോഡ് ആണ്. ഇനി നമ്മൾ ഈഫ്
കറണ്ട് നോഡ് ഡോട്ട് ലെഫ്റ്റ് നോട്ട് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ, അല്ല നോട്ട് ഈക്വൽ ടു അല്ല, ആദ്യം ഈക്വൽ ടു നള്ളാണെങ്കിൽ റിട്ടേൺ കറണ്ട് നോഡ് ഡോട്ട് ഡാറ്റ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കേസ് നോക്കി 8 ആണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ കറണ്ടിനോട്. അതായത് ഞാൻ ഈ ഗെറ്റ് മിനിമം വാല്യൂലേക്ക് 8 ആണ് പാസ് ചെയ്തെന്ന് വിചാരിക്കുക. 8ന്റെ ലെഫ്റ്റ് എന്താ? നള്ളല്ലേ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും മിനിമം വാല്യൂ എന്താ? 8 ആണ്. ഇനിയിപ്പോ 8ന് റൈറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. 8ന് റൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എന്താ വരിക? 8നെക്കാട്ടും വലുതല്ലേ വരുള്ളൂ, 8നെക്കാട്ടും ചെറുത് വരൂല. അങ്ങനത്തെ കേസ്. ഇനിയിപ്പോ സെയിം ടൈം ഞാൻ എന്താണ് 10 ആണ് എന്ത് ഇതിന്റെ ഇപ്പത്തെ കറണ്ടിനോട് എന്ന് വിചാരിക്കുക. അപ്പോ ജസ്റ്റ് എനിക്ക് ഇതിന്റെ ലെഫ്റ്റിൽ ഇപ്പൊ ഒരു നള്ളല്ല, സാധനം ഉണ്ട്. അതുകൊണ്ട് ഈ 10 മിനിമം വാല്യൂ ഒരിക്കലും ആവൂല. ലെഫ്റ്റിൽ സാധനം ഉണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ പോവാ. ലെഫ്റ്റിൽ നമ്മൾ എപ്പോഴാണ് എൻഡ് ചെയ്യണത് അപ്പൊ ആ സാധനമാണ് എന്ത് മിനിമം വാല്യൂ. അപ്പൊ അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യാ? എൽസ് വീണ്ടും ആ സാധനത്തിനെ കോൾ ചെയ്താൽ പോരെ. എൽസ് ഇവിടെ റിട്ടേൺ ഗെറ്റ് മിനിമം വാല്യൂ നമ്മൾ കറണ്ടിനോട് ഡോട്ട് ലെഫ്റ്റിനെ കോൾ ചെയ്യാം. അതിങ്ങനെ വെച്ച് പോകും. ഓക്കെ അല്ലേ? എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ അവിടുന്ന് റിട്ടേൺ ചെയ്യും. അതെ. ആ റിട്ടേൺ വർക്ക് ചെയ്യൽ എപ്പോഴാന്നുള്ളത് റിക്കർസീവ് ഫംഗ്ഷൻ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ആ റിക്കർഷൻ്റെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് പഠിച്ചിട്ട് തന്നെ നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അതവിടെ ഇതിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? മിനിമം വാല്യൂ കിട്ടി. നമ്മളിപ്പോൾ ഈ കേസിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇപ്പോൾ 10 ആണ് എനിക്ക് കളയേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതില്ല കേട്ടോ, ഇവിടെ ഇത്ര ഉള്ളൂ. 10 ആണ് എനിക്ക് കളയേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ റൈറ്റ് നോഡിനെ അങ്ങോട്ട് പാസ് ചെയ്യണം. ആദ്യം മിനിമം വാല്യൂ ഇട്ടാൽ ഗെറ്റ് മിനിമം വാല്യൂലേക്ക് കറണ്ട് നോഡ് ഡോട്ട് റൈറ്റ്. അതായത് ഈ റൈറ്റ് ഭാഗത്തെ ട്രീയിലെ മിനിമം വാല്യൂ ആണ് എനിക്ക് കിട്ടേണ്ടത്, റൈറ്റിലെ ചെറിയ വാല്യൂ. അത് വെച്ചിട്ടാണ് അതിനെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യണം. ഈ കറണ്ട് നോഡിലെ ഡാറ്റനെ റൈറ്റിലെ ഏറ്റവും ചെറിയ വാല്യൂ വെച്ച് മാറ്റണം. എന്തിനാ റൈറ്റ് കൊടുത്ത്? റൈറ്റ് നമ്മളെ ഇപ്പോൾ വോയിസ് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. നമ്മളിപ്പോൾ ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലെ ഏറ്റവും ചെറിയ വാല്യൂനായിട്ടാണ് റീപ്ലേസ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ഏറ്റവും ചെറിയ വാല്യൂ റീപ്ലേസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഏറ്റവും ചെറുത് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടും വലുതായിരിക്കും ഇനി റൈറ്റിലുള്ളത്, എന്നാൽ ഇതിനെക്കാട്ടും ചെറുതായിരിക്കും ലെഫ്റ്റിലുള്ളത്. ആ ലോജിക്കൊക്കെ ഇന്നലെ പൈസ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് അല്ലേ? ഏറ്റവും വലിയ വാല്യൂ വെച്ചിട്ടാണ് ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യേണ്ടത്. റൈറ്റിലെ ഇതിനെക്കാട്ടും വലുതാൻ വേണ്ടിട്ട് നമ്മൾ റൈറ്റിൽ നിന്ന് എടുത്തു. റൈറ്റിൽ നിന്ന് ഏറ്റവും ചെറുതെടുക്കാൻ കാരണം ഇതിനെക്കാട്ടും വലുതാവണം ബാക്കിയുള്ളത്. ആ ഒരു മിഡിൽ വരണല്ലേ, ഇങ്ങോട്ടും. ഇത് നമുക്ക് 2 കേസിൽ എടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ റൈറ്റിലെ ഏറ്റവും വലുത്, അല്ലെങ്കിൽ റൈറ്റിലെ ഏറ്റവും ചെറുത്, അല്ലെങ്കിൽ ലെഫ്റ്റിലെ ഏറ്റവും വലുത്. ഇതിൽ ഏത് എടുത്തു കഴിഞ്ഞാലും ഇത് സാറ്റിസ്ഫൈ ആവും. അപ്പൊ എന്നാലും അവൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു രീതിയിൽ ചെയ്യാന്നുള്ളൂ. രണ്ടും ചെയ്യാട്ടോ. അപ്പൊ ഞാന് കറണ്ട് നോഡ് ഡോട്ട് ഡാറ്റ ഈക്വൽ ടു ഗെറ്റ് മിനിമം വാല്യൂ ഇതെന്ന് പറഞ്ഞേ. ഇപ്പൊ എന്തായി? ഇതിലേക്ക് 11 ഡാറ്റ അങ്ങോട്ട് വന്നു. ഞാൻ എഴുതരാം. 11 അതിലോട്ട് വന്ന് ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താ? ഇതിന്റെ റൈറ്റിലേക്ക് ഇപ്പൊ ഞാൻ ഈ സാധനം ഇതിന്റെ റൈറ്റില് ഈ 11 ഉണ്ടാവും അല്ലേ? ഈ 11 ഞാൻ കളയണം. ഈ 11 അപ്പൊ കളഞ്ഞിട്ടില്ല. ഈ 11 എടുത്ത് ഇവിടെ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഈ 11 കളയാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് വീണ്ടും ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത്. ഓക്കെ. അപ്പോൾ റിമൂവ് ഹെൽപ്പർ കറണ്ടിനോട് ഡോട്ട് ഡാറ്റ. പിന്നെ ഇപ്പത്തെ പാരന്റ് എന്തായിരിക്കും? ഇനി ഇവിടേക്കാണ് ഞാൻ കളയുന്നത്. അപ്പോൾ ഇപ്പത്തെ കറണ്ടിനോട് ഈ സാധനമായിരിക്കും, പാരന്റ് ഇതായിരിക്കും. അപ്പോൾ കറണ്ടിനോട് ആവേണ്ടത് കറണ്ടിനോട് ഡോട്ട് റൈറ്റും, മറ്റേത് പാരന്റ് ആവേണ്ടത് ഇപ്പത്തെ നോഡും ആയിരിക്കും. കാരണം ഇനി ഈ സൈഡ് മാത്രമാണ് എനിക്ക് നോക്കേണ്ടത്. ഈ സൈഡിൽ നിന്നാണ് ഇതിനെ കളയേണ്ടതുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ അതങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് എന്തായിരിക്കും അത് വർക്ക് ചെയ്യും. ഇനി നമ്മൾ അടുത്ത കേസ്
അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10 അവിടെ ഒരു 2 നോഡ് ഈ സൈഡ് വേണ്ട, ഈ സൈഡ് വേണ്ട, ഒരു സൈഡ് മാത്രം, 2 സൈഡ് ഉള്ളത് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത്. ഇത് വേണ്ട, പോട്ടെ, വേണ്ട. ഇവിടെ ഒരു വാല്യൂ ഇടി, വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാ, പറയും എന്തെങ്കിലും ഒരു വാല്യൂ ഇടി. ഒരു 20 ലെഫ്റ്റ് ഹാൻഡിന്റെ ലെഫ്റ്റ് സോറി ഒരു 5 കേട്ടോ, 8. നീ ഇതിനും 2 നോഡ് വരച്ചല്, ഇതിന് 2 നോടാ? അടിക്ക് ഒറ്റ പോരെ? ഒറ്റൊന്ന് എന്തോട്ടെ. ഇനി ഉള്ള കേസ്, അതായത് 2 നോഡ് ഇല്ല ഞാൻ ഡിലീറ്റ് ചെയ്യുന്ന സാധനത്തിന്. ഓക്കെ, ഒരു ലെഫ്റ്റിലേക്ക് മാത്രം പോകണുള്ളൂ എന്നുള്ളല്ലേ? ലെഫ്റ്റിലേക്ക് മാത്രം പോകണുള്ളൂ എന്നുള്ള കേസിൽ. അപ്പോൾ അതായത് എൽസ് അല്ലേ? അല്ല, അപ്പോൾ ഒരു എൽസ് ഇട്ട് എൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതോ ഒരു നോഡ് മാത്രമേ ഉള്ളൂ. ഇഫ് പാരന്റ് നോഡ് ഈക്വൽ ടു നള്ളാവുന്ന കേസാണ് ആദ്യം പറയണത്. ഓക്കെ, അതായത് ഇതിനിപ്പോ പാരന്റ് ഉണ്ടോ? ഇല്ല. ആ കേസ് പാരന്റ് നള്ളാവുന്ന കേസ്. പാരന്റ് നള്ളാവുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 8 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. ഞാൻ 10 ആണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട സാധനം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എന്ത് ചെയ്താൽ മതി അറിയോ? ഇതിൻ്റെ ഇപ്പോൾ ഇതിന് ഒരു റൈറ്റ് കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. ലെഫ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആവും. ഒരു വാല്യൂ കൂടി ഒരു 9. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ 10 ആണ് കളയേണ്ടത്. ആദ്യം ഈ 10ലേക്ക് 8നെ വെച്ച്, കാരണം ഇതിന് റൈറ്റ് ഇല്ല. അപ്പൊ എനിക്ക് ഈ ഭാഗത്തിനെക്കാട്ടി ചെറുതാണോ വലുതാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഏറ്റവും ഇതെടുത്തിട്ട് മേലെ വെച്ചാൽ മതി. അപ്പോൾ 8നെ എടുത്തിട്ട് ഇവിടേക്ക് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഈ 9ന്റെ കണക്ഷൻ എടുത്തിട്ട് ഇവിടേക്ക് വെക്കുക, ഇവിടേക്ക് വെക്കുക, 7ന്റെ കണക്ഷൻ ഇവിടേക്ക് വെക്കുക. അപ്പൊ ഈ സാധനം പോയി. അപ്പൊ എന്തായി? 8, 7, 9 എന്ന് പറഞ്ഞിട്ട് ട്രീ ആയല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പാരന്റിന് അല്ലാവുന്ന ഈ ഒരു കേസിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഈ കറണ്ട് നോഡിന് ലെഫ്റ്റ് ഉള്ളതും പാരന്റ് നോഡിന്റെ ഇതിനുള്ള കേസിൽ ഇതിനാണ്ട് റൂട്ടാക്കിയാ പോരെ? ഏത്? ഇതിനാണ് റൂട്ടാക്കിയാ പോരെ? നല്ല മതിയോ? സിമ്പിൾ അല്ലേ? ഇതിനെ റൂട്ടായിട്ട് പ്രഖ്യാപിച്ചാ പോരെ? മതി, സിമ്പിൾ അല്ലേ? പാരന്റിനോട് നല്ലാവുന്ന കേസ്. അപ്പൊ നമ്മൾ ഇരുന്നാല് റൂട്ട് ഈക്വൽ ടു മതി കറണ്ടിനോട് ഡോട്ട് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യണ്ടേ? ഇഫ് എന്ത് നോക്കണം? ഇതിന്റെ ലെഫ്റ്റ് നള്ളാണോ നോക്കണം. ലെഫ്റ്റ് നള്ളാണെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് നള്ളാണോ എന്ന് ആദ്യം നോക്കുക. ഇഫ് പാരന്റിനോടല്ല കറണ്ടിനോട് ഡോട്ട് റൈറ്റ് ഈക്വൽ ടു നള്ളാണോ നോക്കി. നള്ളാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ലെഫ്റ്റ് ആണ് ഉള്ളത്. കാരണം ആ ഒരു കേസാണല്ലോ ഇതിലുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? റൂട്ട് അസൈൻ ലെഫ്റ്റ് മറ്റേ ഓപ്പോസിറ്റ് എൽസ് പറയുമ്പോൾ റൂട്ട് അസൈൻ കറണ്ട് റൈറ്റ് റൂട്ട് അസൈൻ കറണ്ട് ഡോട്ട് റൈറ്റ് ചെയ്ത്. അപ്പോൾ എന്തായി? ഇപ്പോൾ ഇതിൽ റൈറ്റ് നള്ളാണ്. ആ കേസിൽ നമ്മൾ റൂട്ടിനെ എടുത്ത് ഇങ്ങോട്ട് വെച്ച് അതായാലും മതി. അതാണ് ഒന്നുകൂടി സിമ്പിളായി. ഇപ്പോൾ ഇനിയിപ്പോൾ ലെഫ്റ്റിൽ ഒന്നുമില്ല വിചാരിക്കുക. ആ കേസിലും എന്താകും? റൂട്ട് ഈക്വൽ ടു കറണ്ടിനോട് ഡോട്ട് ലെഫ്റ്റ് ആവും. അപ്പോൾ എന്തായി? റൂട്ടിന് നള്ളായി. അതാണല്ലോ ആവേണ്ടത്. ഒറ്റ വാല്യൂ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കറണ്ടിനോട് ഡോട്ട് റൈറ്റ് നള്ളാണെങ്കിൽ ലെഫ്റ്റിനെ വെച്ച്, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ വെച്ച്. ഇനി അടുത്ത കേസ് എൽസ് പാരന്റിനോട് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ റൂട്ടിനെ മാറ്റിയുള്ള കളി നടക്കൂല. പാരന്റിനോട് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് എൽസിൽ തന്നെ കിട്ടുമല്ലോ. എൽസ് പാരന്റിനോട് ഉണ്ട്. അപ്പൊ അതായത് ഒരു
10, ഇവിടെ ഒരു എന്താ ഒരു 8, ഇവിടെ 7, ഇവിടെ 9. ഈ 8 ആണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ എന്തുണ്ട്, പാരന്റ് നോഡ് ഉണ്ട്. ഈ കേസിൽ ഞാൻ എന്ത് ചെയ്യണോ, ഇതിങ്ങനെയും വരില്ല കേട്ടോ. ഇതിന് രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മേലത്തെ ഫംഗ്ഷനിൽ കയറുമായിരുന്നു. രണ്ടും ഇല്ല ഇവിടെ, ഒറ്റ ഒന്നുള്ളൂ. രണ്ടുമില്ല. ഇവിടുന്ന് ഒരു 2 നമ്പർ ഏതാണ്? അപ്പൊ പിന്നെ മുകളിൽ നമ്മൾ ചെക്ക് ചെയ്ത് ഏത് റൈറ്റ് ഇല്ലല്ലോ. ഇതാണ് ഡിലീറ്റ് ചെയ്യേണ്ട നമ്പർ. തൊട്ട മുകളിലുള്ള ഈഫില് നമ്മൾ റൈറ്റും ലെഫ്റ്റും ചെക്ക് ചെയ്തല്ലോ. എവിടെ? പാരന്റ് നോഡിനുള്ളാവുന്ന കേസിലോ? അവിടെ നമ്മൾ ഇതിന്റെ കേസ് മാത്രമല്ല പറയണ, ലെഫ്റ്റ് മാത്രമുള്ള കേസല്ല ഇപ്പൊ എഴുതി കൊണ്ടിരിക്കണത്. അല്ല, അതിൽ റൈറ്റും ഉണ്ട്. അങ്ങനെ കറണ്ട് നോഡ് റോട്ട് റൈറ്റ്. റൈറ്റിനുള്ളാവുമ്പോ അതിന്റെ അർത്ഥം ലെഫ്റ്റ് ഉണ്ട്. റൈറ്റിനുള്ള എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? റൈറ്റ് ഉണ്ട്, ലെഫ്റ്റ് ഇല്ല. ആ കേസ് ഇവിടെയും വരൂലേ? ഇതിലേതിലൊന്നും വരൂലേ എപ്പോഴും? അല്ല, ഇവിടെ ഇടാൻ പറ്റൂല എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഏതെങ്കിലും ഒരു ഭാഗത്തേ ഇടാൻ പറ്റുള്ളൂ. ഒരു ഭാഗത്ത്. അതന്നെ. അതായത് 8 ആണ് ഇപ്പൊ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നമ്പർ. ഇതിന് 2 നോട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മുകളിലേ കയറി പോയിണ്ടാവും. ഇതിന് രണ്ടും ഇല്ല, ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ആ കേസില് ഇവിടെ ഇപ്പൊ ഒരു 6ഉം 6ഉം അപ്പുറത്തൊരു 7.5 വരെ വേണ്ടി വരും. രണ്ടിന്റെ ഇടയിലാവുമ്പോൾ നമ്പർ ഇട്ട് പെട്ടു. അങ്ങനെടാ. ഓക്കെ, ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണോ? നേരത്തെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് റൂട്ടിനെ മാറ്റിയാൽ മതിയെന്നു. ഇവിടെ അത് നടക്കില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഈ 7 ആണല്ലോ എനിക്ക് കളയേണ്ടത്. അപ്പൊ ഞാൻ 8ന്റെ റൈറ്റിലേക്ക് ഇത് വെക്കുക, 8ന്റെ ലെഫ്റ്റിലേക്ക് ഇത് വെക്കുക. അല്ല, സോറി 8 ആണ് എനിക്ക് കളയേണ്ടത്. അപ്പോ 10ന്റെ ലെഫ്റ്റിലേക്ക് ഇത് വെക്കുക, റൈറ്റിലേക്ക് ഇത് വെക്കുക. ഏത്? ഇത് ഇതിന്റെ താഴെ ഉണ്ടാവും. ഇത് മാറ്റൂല, ഇത് മാറ്റൂല. 7ന്റെ താഴെ 6 ഉണ്ടാവും. ഓക്കെ, ഞാൻ ഈ 8നെ കളഞ്ഞ ഞാൻ എന്തുണ്ടാവും? 10ന്റെ ലെഫ്റ്റില് ഇതുണ്ടാവും. ഇല്ല, റൈറ്റിൽ ഇടാൻ പറ്റില്ല. നമുക്കിപ്പോ നേരെ ഇട്ടാ പോരെ? ശരിയാണല്ലോ. ഇത് നേരെ കൊണ്ട് കണക്ട് ചെയ്താൽ മതി. അപ്പുറത്തിടണ്ട, ഒഴിവാക്കിയാ മതി. 2ന്റെ ലെഫ്റ്റിലേക്ക് ഈ സാധനത്തിന് അങ്ങോട്ട് ഇട്ടാ മതി. ഇതിലപ്പോ നമുക്ക് 2 കേസ് ഉണ്ടാവും. ലെഫ്റ്റിലോട്ടുള്ളതും റൈറ്റിലോട്ടുള്ളതും ഉണ്ടാവും. ഏതാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ ആദ്യം ഇഫ് പാരന്റ് നോഡ് ഡോട്ട് റൈറ്റ് ഈക്വൽ ടു നള്ളാണോ നോക്കി. റൈറ്റ് നള്ളാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ലെഫ്റ്റിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് പാരന്റ് നോഡ് ഡോട്ട് ലെഫ്റ്റിനെ, അതായത് പാരന്റിന്റെ ലെഫ്റ്റിലേക്ക് കറണ്ടിന്റെ ലെഫ്റ്റ് വെക്കുക. പാരന്റ് നോഡ് ഡോട്ട് ലെഫ്റ്റ് വെച്ച്. ഓക്കെ, ഇനി അല്ലാത്ത കേസിലോ? എൽസ് ആയ കേസിൽ പാരന്റിന്റെ, അതായത് റൈറ്റിലാണ്. അപ്പോ കറണ്ടിന്റെ റൈറ്റിലാണ് ഉള്ളത്. റൈറ്റിലോട്ട് വേറൊരു പ്രശ്നം ഇതില് പറഞ്ഞരാ. ഇപ്പോ ഇതില് പാരന്റിന്റെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ഇതുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഇതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ അറിയോ? പാരന്റിന്റെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഈ സാധനം നോക്കണം. കാരണം ഇത് റൈറ്റിലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയത് ഇല്ല, നമ്മള് കറണ്ടിനോട് റൈറ്റിൽ ചെക്ക് ചെയ്ത് അതന്നെ ചെക്ക് ചെയ്ത് പാരന്റിനോട് റൈറ്റിൽ ചെക്ക് ചെയ്ത് നള്ളാണോ നോക്കി. ഇതുണ്ടാവുക കറണ്ടിനോടിനാണ് ഉണ്ടാവുക. അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നത്. കറണ്ടിനാണല്ലോ നമ്മൾ റൈറ്റോ ലെഫ്റ്റോ ഉണ്ടോ എന്ന് നോക്കേണ്ടത്, പാരന്റിനല്ല അത് നോക്കേണ്ടത്. പാരന്റിന് ചിലപ്പോ റൈറ്റ് ഉണ്ടാവാം, ലെഫ്റ്റും ഉണ്ടാവാം. ഇല്ല, നമ്മൾ അവിടെ നോക്കേണ്ടത് എന്താ അറിയോ? നമ്മൾ പാരന്റിനോട് നോട്ട് ലെഫ്റ്റ് ഈക്വൽ ടു
കറണ്ട് നോഡ് ഡോട്ട് കറണ്ട് നോഡ് ആണോ എന്ന് നോക്കി. അതായത് നമ്മളെ കറണ്ട് നോഡ് പാരന്റിന്റെ ലെഫ്റ്റ് ആണോ എന്ന് നോക്കി. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. കറണ്ട് നോഡിൽ ഇപ്പൊ എന്താ നിക്കണത്? കറണ്ട് നോഡ് 8 ആണ് കേട്ടോ. ഇതാണ് കറണ്ട് നോഡ്, ഇതാണ് പാരന്റ്. മൊത്തത്തില് കിളി പോകണ്ടിട്ടാ. അങ്ങനെയാണ് നമ്മളെ. എനിക്കും പെട്ടെന്ന് ഒരു മിസ്റ്റേക്ക് വന്നു. ഞാൻ അടുത്ത കേസ് ആലോചിച്ചപ്പോഴാണ് ഞാനല്ലല്ലോ എന്നുള്ളത് ആലോചിച്ചത്. ആദ്യമായിട്ട് കിട്ടണോനെ, ആദ്യമായിട്ട് നിന്ന് ഫസ്റ്റ് കേൾക്കണോനെ ആ കിളി പോകണ്ട ഉറപ്പാണ്. ഇത് എന്തുട്ടാര് പറയണെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മളെ പാരന്റ് ഇത് കറണ്ട്. ഇപ്പൊ ഇതേപോലെ നമുക്ക് ഒരു കേസ് കൂടി എന്ത് തരാ, 10 ആണ്, ഇവിടെ 11 ആണ്, ഇതിന്റെ താഴത്തേക്ക് ഒരു 15ഉം 10.5 ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ 11 ഡിലീറ്റ് ചെയ്യുന്ന ടൈമിൽ എന്താണ്, പാരന്റിന്റെ റൈറ്റിലേക്കാണ് ഈ സാധനം വെക്കേണ്ടത് അല്ലേ? ഈ കേസിൽ പാരന്റിന്റെ ലെഫ്റ്റിലേക്കാണ് വെക്കേണ്ടത്. നേരത്തെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ലെഫ്റ്റിലേക്ക് വെക്കുക ചെയ്തത്. അതാണ് നേരത്തെ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക്. ആ, അപ്പൊ ഇവിടെ ആദ്യം ഞാൻ നോക്കേണ്ടത് പാരന്റിന്റെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ കറണ്ട് എന്നുള്ളത് നോക്കണം. അത് നോക്കുമ്പോൾ അതാണ് നോക്കേണ്ടത്. പാരന്റിന്റെ ലെഫ്റ്റ് ആണ് കറണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ആ കേസിൽ എന്ത് ചെയ്യണം, പാരന്റ് നോഡ് ഡോട്ട് ലെഫ്റ്റ്. ഇനി ഇവിടുന്ന് വീണ്ടും ഒന്നുകൂടി നോക്കാണ്ട്. ഇനി നമ്മൾ എന്ത് നോക്കണം, ഈ കറണ്ടിന് ഇതാണല്ലോ നമ്മളെ കറണ്ടിന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഉള്ളതൊന്നും നോക്കണം. ഇനി ഈ കറണ്ട് ഡോട്ട് റൈറ്റ് ഈക്വൽ ടു നള്ള്. റൈറ്റ് നള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ലെഫ്റ്റിലാണുള്ളത്. അപ്പൊ നമ്മള് പാരന്റിന്റെ ലെഫ്റ്റിലേക്ക് ഏത് വെക്കണം, കറണ്ടിന്റെ ലെഫ്റ്റ് വെക്കുക. കറണ്ടിനോട് ഡോട്ട് ലെഫ്റ്റ് വെച്ച്. ഓക്കെ, അല്ലാത്ത കേസില് എൽസില് എന്ത് വരും, പാരന്റ് റോഡ് ഡോട്ട് ലെഫ്റ്റ്. പാരന്റ് ലെഫ്റ്റ് ആവുന്ന കേസിൽ ഉള്ളിലുള്ളതാണ് രണ്ട് കേസാണ്. ലെഫ്റ്റ് ഈക്വൽ ടു കറണ്ട് നോഡ്. അപ്പൊ അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, പാരന്റിന്റെ ലെഫ്റ്റിലേക്ക് കറണ്ടിന്റെ റൈറ്റ് വെക്കണം. ഡോട്ട് റൈറ്റ് വെച്ച്. ഓക്കെ, ഇനി ഇതിന് വേറൊരു എൽസ് നമ്മളോട് അതിന്റെ റൈറ്റ് വരികയാണെങ്കിൽ അല്ലേ. ഇനി അടുത്തത് എന്താണ് നമ്മളെ കേസ്, പാരന്റിന്റെ റൈറ്റിലാണ് കറണ്ട്. ആ കേസിലും എന്താക്കുക, അവിടെ നമ്മളൊരു കാര്യം നോക്കണം. ഈ കറണ്ട് നോഡ് ഡോട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അത് കോപ്പി ചെയ്യാം. അതേമാതിരി എടുത്തു. ഇനി കറണ്ട് ഡോട്ട് റോഡിന്റെ റൈറ്റ് നല്ലാണെങ്കിൽ പാരന്റിന്റെ കറണ്ട് നോഡ് ഡോട്ട് റൈറ്റ്. നമ്മള് പാരന്റ് ലെഫ്റ്റിലേക്കല്ല വെക്കേണ്ടത്, പാരന്റിന്റെ റൈറ്റിലേക്കാ വെക്കേണ്ടത്. റൈറ്റ്. ഇത്രേ ഉള്ളു മാറ്റം ഇവിടെ വരിക. ഇതൊക്കെ കൂടി ചെയ്തു വരുമ്പോ ഡിലീറ്റ് ആവും എന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് ഡിലീറ്റ് ആയില്ലെങ്കിൽ ഇതില് ബഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോട്ടെ. ഇതിൽ ഏതാണ് എവിടെ കൊടുത്തതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ തിരിഞ്ഞു നിന്ന് ബാക്കിലോട്ടൊന്ന് ആലോചിച്ചാൽ ഒരു അന്തം കുന്തം കിട്ടൂല. ഒന്ന് റിമൂവ് ചെയ്ത് നോക്കിയാ. റിമൂവ് ചെയ്ത് നോക്കാം. പക്ഷെ നമ്മള് റിമൂവ് ചെയ്താലും പോയോ ചെയ്യുന്ന എങ്ങനെ അറിയാം, നമ്മൾ പ്രിന്റ് ചെയ്തിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കണ്ടെയ്ൻസ് വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാലോ. ഡിസ്പ്ലേ ചെയ്യുമ്പോ അവിടെ നമുക്ക് 3 ടൈപ്പ് ഡിസ്പ്ലേ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഒരു കാര്യം ചെയ്യാൻ, 3 ഡോട്ട് റിമൂവ് 8 നമുക്ക് 3 റിമൂവ് ചെയ്ത് നോക്കാം. ഉണ്ടോന്നറിയാം. റിമൂവ് ചെയ്യാൻ കൊടുത്തിട്ട് കണ്ടെയ്ൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഫാൾസ് ആവണം. ഫാൾസ് ആയില്ലെങ്കിൽ പരിപാടി നിർത്താം. എവിടുന്നോ എക്സിറ്റ് ആവാത്തൊരു കേസ് വന്നിട്ടുണ്ട് നമുക്ക്. ആ കണ്ടെയ്ൻസിൽ ട്രൂ ആ വൈൽ ലൂപ്പ് നമ്മൾ എക്സിറ്റ് ബ്രേക്ക് ചെയ്യാൻ എവിടെയും കൊടുത്തിട്ടില്ല തോന്നുന്നു. ഒരു മിനിറ്റ്, ആ ബ്രേക്ക് ചെയ്യാൻ കൊടുക്കേണ്ട അല്ല, ബ്രേക്ക് ചെയ്യാൻ അവിടെ അല്ല, കണ്ടെയ്ൻസ് അല്ല, ചെക്ക് ഇതിന് കൊടുത്ത് റിമൂവ് ചെയ്യാൻ കൊടുത്ത് നമ്മൾ ആ ലെഫ്റ്റിലേക്ക് വെച്ചിട്ട് അവിടെ നിന്നൊക്കെ പലയിടത്തും ബ്രേക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെ നമ്മൾ വൈൽ ലൂപ്പിലാണല്ലോ. ഒരു കാര്യമുണ്ട്, എൽസ് ആണെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടിയെന്നല്ല അതിന്റെ അർത്ഥം. എൽസ് ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാലോ. അത് നമ്മൾ കൊടുത്തില്ല, അതാണ്.
എൽസിൽ ബ്രേക്ക് കൊടുത്തു. നീ ചൊല്ലാളൊക്കെ ചൊല്ലിക്കോ, എന്നിട്ട് റൺ ചെയ്തോ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആ ഓ കുറച്ചുകൂടി വാല്യൂസ് ഇൻസേർട്ട് ചെയ്തേ, കുറച്ചുകൂടി വാല്യൂസ് ഇൻസേർട്ട്. അപ്പൊ നോക്കാം. അല്ല നമുക്ക് ആ 10 ആ റൂട്ട് ഒന്ന് കളഞ്ഞു നോക്കട്ടെ ആദ്യം. നോക്കണ്ടേ റൂട്ട് നോക്കല്ലേ? ഏയ് റിമൂവ് മാറ്റിയില്ല. ആ ഇത് ട്രൂ, കറക്റ്റായി വർക്ക് ചെയ്ത്. ഫോൾസ് വന്നാ മതിയെന്നില്ലേ? നമുക്ക് ഒരു കാര്യം കൂടിയും ചെയ്യാം. 11 കൂടി ചെക്ക് ചെയ്താളാ. നമുക്ക് 11 കൂടി ചെക്ക് ചെയ്യാം. ആ 3 വാല്യുള്ള വർക്കിംഗ് ആയിട്ടുണ്ട്. 3 നോടുള്ളെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇനി നമ്മളെ വേറൊരു കേസ് ഉണ്ടായിരുന്നത് പാരന്റ് ഉള്ള സ്ഥലത്ത്, ബാക്കിയൊക്കെ ഇപ്പൊ നമ്മളിതില് ഏകദേശം ചെക്കായി എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഒരു 3 ലെയർ താഴോട്ട് വരണേ അല്ലേ? ചെറുത് 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 ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും. 8ന്റെ ചെറുതും വലുതും. 8ന്റെ ഒരു ചെറുത് പറഞ്ഞാല് 7, അല്ല 4 8ന്റെ വലുത് പറയുമ്പോ 9 വരും. ഇനി 11ന്റെ ചെറുത് എന്ന് പറയുമ്പോ 10. പണിപാടി. നീ ഏതാ റിമൂവ് ചെയ്യാൻ നോക്കണേ? അല്ല മതി, അവിടെ ഒരു 15 ഇട്ട്. ഓക്കെ 50 റിമൂവ് ചെയ്യാനോ? ആകെ കിളി പോയി ഡിലീറ്റ് ചെയ്തിട്ട്. 4 കണ്ടൻസ് ഞാനൊന്ന് പേടിച്ചു. ഇനി ഒന്ന് 8 തന്നെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കട്ടെ. അതുകൂടെ വർക്ക് ചെയ്താൽ ഇപ്പോൾ 8ന് ചൈൽഡും ഉണ്ട് പാരന്റും ഉണ്ട്. ആ കേസ് കൂടി വർക്കായാൽ അത് ശരിയാവേണ്ടതാണ്. വർക്കാണ്. ഞാൻ പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുത്തേ ട്രീയിലെ മൊത്തം വാല്യൂസ്. ഇപ്പൊ എന്തായി, നമ്മള് ഡിലീറ്റ് ഒന്ന് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, സ്വാഭാവികം. ആലോചിച്ച് ആദ്യം ഒന്ന് റിമൂവിന്റെ നമ്മൾ പറഞ്ഞിട്ടുള്ള, നമ്മള് വോയിസ് വെച്ച് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഒന്നുകൂടി ആലോചിക്കുക. എന്നിട്ട് ഈ പ്രോഗ്രാം വെച്ചിട്ട് ഒന്നുകൂടി കമ്പയർ ചെയ്ത് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നാൽ മാത്രം മനസ്സിലാവുള്ളൂ. വീഡിയോ റിപ്പീറ്റ് വാച്ച് ചെയ്യേണ്ടി വരും. ഓരോ വേർഡും വിടരുത്, പറഞ്ഞ ഓരോ വേർഡും വിടാതെ വാച്ച് ചെയ്തോ, എന്നാലും ഒന്ന് വരെ കിട്ടി പോയി. ഇനി നമുക്കുള്ളതാണ് പ്രിന്റ് ചെയ്യാനുള്ളത്. പ്രിന്റ് ചെയ്യാന്ന് പറയുമ്പോ അതിനെന്താണ്, നമുക്ക് ട്രവേഴ്സ് ട്രവേഴ്സ് എന്തുണ്ട്, 3 ടൈപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പബ്ലിക് ഇൻഓർഡർ ഇന്നും ഓർഡറും വേറെ വേടാണോ അതോ ഒറ്റ വേടാണോ? അത് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇൻ ഓർഡർ എന്ന് പറയുമ്പോ 2 വേർഡല്ലേ ഉണ്ടാവില്ലേ? ക്യാപിറ്റൽ ഏതാ? ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ അല്ലേ? പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ. ഇനി ഇതൊക്കെ നമ്മള് റിക്കർഷൻ വെച്ചിട്ടല്ലേ ചെയ്യണത്. അപ്പൊ ഇതൊക്കത്തിന് എന്തുകൂടി വേണം, ഒരു റിക്കർഷൻ ഫംഗ്ഷൻ വേണം, ഹെൽപ്പർ ഫംഗ്ഷൻ വേണം. ഓരോന്നിനും വേറെ വേറെ ഫംഗ്ഷൻ എഴുതണം. 3 രീതിയിലാണല്ലേ ഇതല്ലേ ചെയ്യാ. ഇൻ ഓർഡർ, ഹെൽപ്പർ. പാടുപെടും. ഇത്രയും കാലം നല്ല സിമ്പിൾ ആയിരുന്നു. ഇപ്പൊ ഏകദേശം കിളി പോയിട്ടുണ്ട് എല്ലാവർക്കും. പോയി ഉണ്ടാവണം. പോയില്ലെങ്കിൽ എന്താണ്, ആള് പുലിയാണ്. പോയില്ലെങ്കിൽ ഇങ്ങോട്ട് പോരും നേരെ. ഇപ്പൊ എന്താ പഠിക്കണത്, ഇപ്പൊ കോളേജിൽ പോകണ്ടോ, അല്ല കോളേജ് നിർത്തിക്കോ, ഇപ്പൊ സ്കൂളിൽ പോകണവരാണ് സ്കൂൾ നിർത്തിക്കോ, നേരെ ഇങ്ങോട്ട് പോര്, ഞാൻ തരാം നല്ല ജോലി. കിളി പോയില്ലെങ്കിൽ നോഡ്, ഒരു നോഡിനെ എടുത്താൽ മതി എല്ലാ ഹെൽപ്പറും. അത് നമുക്ക് ഇനോർഡർ ചെയ്യാം. ഇനോർഡറിന് നമുക്ക് ഇവിടുന്ന് ഇനോർഡർ എങ്ങനെയാണ്, ഇനോർഡർ ലെഫ്റ്റ് റൂട്ട് റൈറ്റ്, ലെഫ്റ്റ് റൂട്ട് റൈറ്റ്. ആ ഓർഡർ ഒക്കെ എഴുതിക്കാണ് ചിലപ്പോ മാറിപ്പോകുന്നു. ഇന്ന് പ്രീ പോസ്റ്റ് എഴുതിയാൽ മതി.
ഓ ഇത് തെളിയുന്നില്ല. ആ ഈ പ്രീ ഫ്രീ ആ ഫ്രീ പറഞ്ഞ മേലെ ഇത് ഓർത്തിങ്ങനെ ഇഷ്ടല്ല. ആ അതെ. പ്രീ റൂട്ട്, ആ ലെഫ്റ്റ്, ആ റൈറ്റ്. ഓക്കെ. ആ പോസ്റ്റ്, ആ ലെഫ്റ്റ്, ആ റൈറ്റ്, ആ റൂട്ട്. ആ ഇത് ലെഫ്റ്റ്. ഇങ്ങനെ തന്നെ ആവില്ലേ? ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട്. ആ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് പ്രിന്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ്, ഒരു പ്രിന്റ് വരിക എന്നുള്ളത്. ഇങ്ങനെ അല്ലെങ്കിൽ ഗാലറിയിൽ ഇവിടെ ഇരുന്ന് കളി കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒരു പറയട്ടെ, ഒരു പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരവസ്ഥ പോയി കിടക്കാണ്. ഫായ്സ് ഇവിടെ ഗാലറി ഇരുന്നിട്ട് ഈ ഷൂട്ട് കാണുന്നുണ്ട്. ഫായ്സെങ്കിലും പറയട്ടത് ശരിയാണോ അല്ലേ എന്നുള്ളത്. സംഭവം പൈസ അവിടെ കിളി പോയി നിൽക്കുകയാണ്. ഫായ്സ് മറ്റേ പ്രോഗ്രാം ചെയ്തപ്പോഴേ മനസ്സിലായിട്ട് ചെയ്തവർ ആലോചിച്ചിരിക്കുകയാണ്. ഓ ആലോചിക്കണത് ഇങ്ങനെ തന്നെയാണോ ഞാൻ ഡിലീറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അവന് പ്രോഗ്രാം അല്ല, അതിന്റെ മുന്നേ തന്നെ പറയണതിന് ആലോചിക്കാണ്. ആ മറ്റേ പ്രീ ഓർഡറും പോസ്റ്റ് ഓർഡറും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ഇതൊന്നല്ല ആലോചിക്കണത് പറയാനുള്ള ഡയലോഗുകളാണ്. എന്തെങ്കിലും ചളി പറയാൻ പറ്റുമോ, ഇതിനെ കുറിച്ചൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അത് കാണാൻ പഠിക്കുന്ന അവസ്ഥയാണ്. സീരിയസ് ആണ്. നമ്മള് അത് ഇൻഓർഡറിന്റെ ഹെൽപ്പർ ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്യാം. ഇൻഓർഡർ ഹെൽപ്പർ ഫസ്റ്റ് ഉണ്ടാവുന്ന നോഡ് ഏതാ? റൂട്ട്. റൂട്ട് റൂട്ട്. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇഫ് നോഡ് നോട്ട് ഈക്വൽ ടു നൾ. നള്ളാവണ വരെയാണ് ഇതിനെങ്ങനെ വിളിച്ചുകൊണ്ട് പോകേണ്ടത്. ലാസ്റ്റ് പോയി നള്ളെത്തിക്കഴിഞ്ഞാൽ പിന്നെ വിളിക്കണ്ട. അപ്പോ അതാവുന്ന കേസില് ഇൻഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. ഇതിലൊരു രസം എന്താ അറിയോ? ഫായ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഈ സാധനല്ലേ. പ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും സുഖം ഈ സാധനമാണ്. ആ 3 ലൈൻ മതി. കാണിച്ചരാ ഞാൻ ഇൻഓർഡർ ഇത് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തപ്പോൾ വലിയൊരു ട്രീ ആണ് വച്ചെടുത്തപ്പോഴേ കോമഡി ആയിരുന്നു. അയ്യോ ഇതെന്താണ്? ആദ്യം ഈ ഇൻഓർഡർ ഹെൽപ്പർ ലെഫ്റ്റിനെ വീണ്ടും ഞാൻ വിളിച്ച് അതങ്ങനെ വർക്ക് ചെയ്തോളൂ. നമുക്കൊന്ന് എഴുതിയിട്ട് പറയാം. എന്നിട്ട് ആ നോഡിനെ പ്രിന്റ് ചെയ്യുക, എന്നിട്ട് ആ നോഡിനെ റൈറ്റിനെ വിളിക്കുക. ഇത്രയും ചെയ്ത ഇൻഓർഡർ വർക്ക് ചെയ്യും. എങ്ങനെ? ഇൻഓർഡർ ഹെൽപ്പറിലോട്ട് നോട്ടോട്ട് ലെഫ്റ്റിന് വിളിച്ച് ലെഫ്റ്റ്, പിന്നെ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വാല്യൂ പ്രിന്റ് ചെയ്യാ. അതായത് ലാസ്റ്റിലെത്തുമ്പോ അതാ പോലോ ആ പ്രിന്റ് ചെയ്യാന്നുള്ളതാണ് അതിന് വരിക. അപ്പൊ ആ നോഡിനെ അവിടെ പ്രിന്റ് ചെയ്ത് പിന്നെ ഞാൻ റൈറ്റിനെ വിളിച്ച്, അപ്പൊ അതാ ലെഫ്റ്റിനെ എങ്ങനെ വിളിച്ച് ലെഫ്റ്റിൽ എങ്ങനെ വിളിച്ച് പോകും. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യും. പിന്നെ അതിന്റെ ആ ഇതവിടെ നടക്കൂ. ആ റൂട്ടിനെ എടുത്തിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യണത്. അങ്ങനെ നമുക്ക് ഇൻഓർഡറിനെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഇത്രയും സാധനം വർക്ക് ചെയ്യണ്ടോ എന്നൊന്ന് നോക്കി നോക്കാലോ. ഈ റിമൂവ് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇതൊന്ന് കമന്റ് ചെയ്യാം. ട്രീ ഡോട്ട് ഇൻഓർഡർ. ഓ ഒരു മിനിറ്റ്. അതെന്താ വെച്ച് കഴിഞ്ഞാല് നോഡ് ഡോട്ട് ഡാറ്റ ആണ് എന്താക്കേണ്ടത്, പ്രിന്റ് ചെയ്യണ്ടത്. ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നോഡാണ് അവിടെ പ്രിന്റ് ആയത്. ഒബ്ജക്റ്റിന് വാല്യൂ ഉണ്ടോ, അതാണ് പ്രിന്റ് ആയത്. നമുക്കിതൊന്ന് കറക്റ്റ് ആണെന്ന് വരച്ചു നോക്കല്ലേ, ഒന്ന് ക്ലിയർ ചെയ്യില്ല ആദ്യം. ട്രീ വരക്കല്ലേ? ഇത് കണ്ടാ ഇപ്പൊ ഷഹീനായി വലിയ ആള് പോട്ടെ, ശിശുനായിപ്പോ പറഞ്ഞു വല്ലാത്തൊരവസ്ഥയായിക്കണ ഇപ്പോ. വാല്യൂസ് 10 വെച്ച് അടുത്തത് 8 നല്ലൊരു മാർക്ക് തന്നെ. 8 11 ഇവിടെ ഇവിടെ വരാന്നൊക്കെ നിങ്ങള് പറയ്, അറിയോ നോക്കട്ടെ. നമുക്ക് ഇട്ടിട്ട് കുറച്ചുകൂടി മതി വേണം. ഇത്ര ഇതൊന്ന് ഓർഡർ ഇത് കറക്റ്റ് ആണോ നോക്കിയാ പോരെ. ഷഹീനെ ഫ്രീയും പോസ്റ്റും ഒക്കെ കറക്കുന്നുണ്ട്. എന്നാ മതി.
നോക്ക്. 4 8 9 10 11 4 ലെഫ്റ്റ്. അയ്യോ മറ്റേത് വായിച്ചില്ല നമ്മള്. ഇൻ ഓർഡർ എന്താന്നുള്ളത്? ഇൻ ഓർഡർ എന്തായിരുന്നു? ലെഫ്റ്റ് റൂട്ട് റൈറ്റ്. ഫ്രീ അല്ലേ? റൂട്ട് സ്റ്റാർട്ട് ചെയ്യണേ ഫ്രീ തന്നെ. റൂട്ട് ലെഫ്റ്റ് റൈറ്റ്. പോസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് റൂട്ട്. അപ്പോൾ ഇൻ ഓർഡർ ലെഫ്റ്റ് റൂട്ട് റൈറ്റ് 4 വന്ന് 8 വന്ന് 9 വന്ന്. അത് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് വന്ന് 10 വന്ന്. പിന്നെ അതിന്റെ റൈറ്റ് 11 വന്ന്. ഓ കേട്ടോ 3 ലൈൻ ഓഫ് കോഡ്. എത്ര വലിയ ട്രീ ആണെങ്കിലും പൊളി. അതാണ് ശരിക്കും എന്ത് ഈ റിക്കർഷന്റെ പവർ. സംഭവമാണ്. ആ റിക്കർഷന്റെ ഇതിലും കണ്ടില്ലേ നിങ്ങളൊരു ക്വസ്റ്റ്യൻ തന്നില്ലേ? അതന്നെയാണിത്. നമുക്ക് വേണമെങ്കിലേ ഒരു ഇപ്പൊ 3 കൂടി പ്രിന്റ് ചെയ്യുമ്പോ ഇതൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ഇവിടെ പ്രിന്റിലെല്ലാം ഒന്ന് ഒഴിവാക്കാം. എന്നിട്ട് ഇവിടെ ഒരു അങ്ങനെ എഴുതണ്ടോ? അല്ല, അല്ലെങ്കിൽ മനസ്സിലാവില്ല ഒക്കെ കൂടി പ്രിന്റ് ചെയ്യുമ്പോ. ഇപ്പൊ എന്താ ഇത് ഒറ്റ ലൈനിൽ വരൂ. ഒറ്റ ലൈനിൽ വന്ന് അതൊക്കെ അല്ല ഓറഞ്ച് ആ സ്പേസ് ഒക്കെ ഇട്ട് കൺഫ്യൂഷൻ. അത് സ്ട്രിങ് കങ്കാജനേറ്റ് ചെയ്താണ് കേട്ടോ. പ്ലസ് ഇട്ടിട്ട് ഡബിൾ കോട്ട്സിൽ സ്പേസ് ഇട്ടതാണ് കേട്ടോ. ജാവയിലും അത് അറിയാത്തവർക്ക് കൺഫ്യൂഷൻ ആവണ്ട. അതെ, ഇത്ര വിചാരിച്ചാൽ മതി. മര്യാദക്ക് കാണാൻ വേണ്ടി എന്തോ ഒന്ന് ചെയ്തു. ഒറ്റ ലൈൻ പ്രിന്റ് അല്ലെന്നെ അറിയുമ്പോൾ ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യും. അത് പ്രിന്റ് നോക്കുമ്പോൾ ഒരേ ലൈൻ തന്നെ, പക്ഷെ ഒരു സ്പേസ് ഇട്ടാണ്ട് പ്രിന്റ് ചെയ്തു. അത്ര. ഇനി നമുക്ക് അടുത്തെന്താണ്? പ്രീ ഓർഡർ. ഈ സാധനം അതേപോലെ എന്ത് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് പോസ്റ്റിലും ഒന്ന് പോയി പേസ്റ്റ് ചെയ്ത് വെക്കാം. പേസ്റ്റ് ചെയ്ത് പ്രീ ഓർഡറിൽ എന്താ പറയാനുള്ളത്? റൂട്ട് ലെഫ്റ്റ് റൈറ്റ്. അപ്പൊ ഒന്നുമില്ല, ഇതിനെ ജസ്റ്റ് കട്ട് ചെയ്യാ, ഇവിടെ ഇടുക, റൂട്ടിലെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക. ലെഫ്റ്റ് റൈറ്റ് പ്രിന്റ് ഇത് കാരണം ഫസ്റ്റ് ആ റൂട്ടാണല്ലോ വരിക. ജസ്റ്റ് പ്രിന്റ് ചെയ്യാന്നുള്ള പോലെ. മറ്റേതാണെങ്കിലോ ലെഫ്റ്റ് റൈറ്റ് റൂട്ട്. ഉള്ള പണിയുള്ളൂ ട്രാവേഴ്സ് ചെയ്യാൻ. വെരി സിമ്പിൾ. ഇപ്പോൾ നിങ്ങൾക്കൊന്ന് കോൾ ചെയ്യാം. പോസ്റ്റ് ഓർഡർ ഹെൽപ്പറിനെ വിളിക്കുന്നു. റൂട്ട് വെച്ചിട്ട് അതിൻ്റെ ആ റൂട്ട് അവിടെ ആർഗ്യുമെന്റ് ആയിട്ട് മിനിറ്റ് ഇത് പ്രീ ഓർഡർ ഹെൽപ്പറിന്റെ റൂട്ട്. എവിടെയും റൂട്ട് ആർഗ്യുമെന്റ് ആയിട്ട് വരണ്ടേ? എവിടെ? വേണ്ട ഇല്ല, കോൾ ചെയ്യല്ലേ ജസ്റ്റ്. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഇനി അടുത്തത് ട്രീ ഡോട്ട് പ്രീ ഓർഡർ. ഈ വെറുതെ എസ് ഔട്ട് ഇട്ട് എന്താണ് ഒരു ലൈന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ ഒക്കെ കൂടെ ഒറ്റ ലൈനിൽ വരും. ഈ സ്ലാഷ് ഇട്ടേക്കില്ല നമ്മള്. അതേ പരിപാടി തന്നെ. സിസ്റ്റമോട് ഒരു പ്രിന്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് ആയിട്ട് ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യുന്നുള്ള അർത്ഥത്തിൽ. അതിൽ റൂട്ട് വന്നു ഫസ്റ്റ്. പിന്നെ ലെഫ്റ്റിൽ താഴെ ഉള്ളതുകൊണ്ട് 4 വന്നു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റൂട്ടിലേക്ക് പോയി 8 വന്നു. പിന്നെ 9 വന്നു അല്ലേ? മിസ്റ്റേക്ക് ഉണ്ടോ? രണ്ടാമത്തെ ഏതാ പ്രിന്റ് ആയത്? രണ്ടാമത്തെ പ്രീ ഓർഡർ റൂട്ട് ലെഫ്റ്റ് റൈറ്റ് അല്ലേ? അപ്പോൾ റൂട്ട് വന്നു 10 എടുത്തു. അതിന്റെ ലെഫ്റ്റ് എടുത്തപ്പോൾ 4 8 ആണല്ലോ ഒന്ന്. അതെന്താ അറിയോ? ചെറിയൊരു പ്രശ്നം. അതാണ് അത്. പ്രീ ഓർഡർ ഹെൽപ്പറിന് ഞാൻ ഇൻ ഓർഡർ ഹെൽപ്പറിനെ കോൾ ചെയ്തത്, കോപ്പി ചെയ്തപ്പോൾ അത് മാറ്റാൻ പറഞ്ഞത്. റിക്കർസീവ് ആയിട്ട് വിളിക്കുന്ന ഫംഗ്ഷൻ മാറിപ്പോയി. കോപ്പി ചെയ്തോണ്ട്. അതാണ് അതേപോലെ അവിടെയും പ്രശ്നം ഉണ്ടാവും. പോസ്റ്റ് ഓർഡർ ഹെൽപ്പർ വിളിക്കണം. ഇനി കൊടുക്ക്. പ്രീ ഓർഡർ ഓക്കെ ആണെന്ന്. പോസ്റ്റ് ഓർഡറിൽ 10 8 4 9 അത് കഴിഞ്ഞിട്ട് 11. ഓക്കെ.
ഇനി പോസ്റ്റ് ഓർഡർ ലെഫ്റ്റ് റൈറ്റ് റൂട്ട് അല്ലേ? ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ 4 9 8 11 11 10. ഓക്കെ ഓക്കെ സെറ്റ്. കഴിഞ്ഞ്. അപ്പോൾ പ്രീ ഓർഡറും പോസ്റ്റ് ഓർഡറും ഇൻ ഓർഡറും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ സിമ്പിളായിട്ട് റിക്കസീവിൻ്റെ ആ ഒരു വീഡിയോ വാച്ച് ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട്. അത് നോക്കിയിട്ട് കറക്റ്റ് ക്ലിയർ ചെയ്തിട്ട് ഈ സാധനമാണ് മനസ്സിലാവാനൊരു ഡൗട്ട് ഉണ്ടാവും. ഈ റിക്കേഷൻ ഇതില് 3 ലൈൻ കൊണ്ട് എങ്ങനെ എത്രയും വലിയൊരു സാധനം പ്രിന്റ് ചെയ്യണമെന്നൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്ക്. കാര്യം സിമ്പിളായിട്ട് മനസ്സിലാവും. ഇനി അത്രയും കാര്യങ്ങൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു പ്രോബ്ലം കൊടുത്തോക്കാം. ചെറിയൊരു പ്രോബ്ലം കൊടുക്കാം. പ്രോബ്ലം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് കൊടുക്കാം. ആയിക്കോട്ടെ. അപ്പോൾ ഏത് പ്രോബ്ലം ചെയ്യാം? ഒരു പ്രോബ്ലം പറഞ്ഞതാ. നമ്മളിപ്പോ ഈ ട്രീ മെയിനായിട്ട് സെർച്ച് ചെയ്യാനാണല്ലോ ഉപയോഗിക്കണേ. അപ്പോൾ ട്രീയിൽ കണ്ടെയ്ൻസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു വാല്യൂ ഉണ്ടോ എന്ന് നോക്കി. അതിനെക്കാട്ടി ചെറുതായിട്ടൊന്നും ഞാൻ മാറ്റണുള്ളൂ. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും എടുത്തുള്ള വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ 12 പറഞ്ഞു. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 എനിക്ക് തരണം. 12ന്റെ ഏറ്റവും അടുത്തുള്ള വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഏറ്റവും താഴെയുള്ള വാല്യൂ. താഴെ വാല്യൂ എന്തായാലും കുഴപ്പമില്ല. അടുത്തുള്ള വാല്യൂ ഉണ്ടെങ്കിലോ, 2 ഉണ്ടെങ്കിൽ ആദ്യം കിട്ടണോ, ഏതായാലും കുഴപ്പമില്ല. എടുത്തുള്ള വാല്യൂ കിട്ടിയാൽ മതി. 2 ഉണ്ടെങ്കിൽ 2 എടുത്താണല്ലോ അടുത്തുള്ള വാല്യൂ. എടുത്തുള്ള വാല്യൂ അല്ല, അടുത്തുള്ള വാല്യൂ. ആയിക്കോട്ടെ. അപ്പോൾ അതിനുള്ളൊരു പ്രോബ്ലം. ഒരു ട്രീ ഉണ്ട്, അതിൽ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂവിന് തൊട്ടടുത്തുള്ള വാല്യൂ എടുക്കുക. അപ്പോൾ നമ്മളൊരു വലിയ ട്രീ ആണ് കേട്ടോ കൺസിഡർ ചെയ്യേണ്ടത്. അതിലൊക്കെ പോയിട്ട് ഏറ്റവും അടുത്തുള്ള വാല്യൂ എടുത്തു തരണം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ ചെയ്താ പബ്ലിക് ഒരു വാല്യൂ ആണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്, ഇൻഡ്. ഇനി ഫംഗ്ഷന്റെ പേര് വെറൈറ്റി പ്രോഗ്രാമർക്ക് എന്തായാലും കൊടുക്കണ്ട നമുക്ക്. ഒരു സിമ്പിൾ പ്രോഗ്രാം തന്നെ കൊടുക്കാം. സിമ്പിൾ പ്രോഗ്രാം ഇതില് വലുത് കൊടുത്താലേ. ഫൈൻഡ് ക്ലോസസ്റ്റ് എഴുതി ഒരു ഇൻഡ് ഡാറ്റ. ഓക്കെ, നമ്മള് ഇതെങ്ങനെ ലൂപ്പ് ചെയ്ത് പോകണല്ലോ. ലൂപ്പ് എൻ്റെ എപ്പോഴായിരിക്കും, നള്ളാകുമ്പോ. വൈൽ അതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആ ലൂപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാറോ, കറന്റ് നോഡ് കറന്റ് ഈക്വൽ ടു റൂട്ട് ആണ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാറോ, ഫസ്റ്റ് നമ്മൾ ഈ റൂട്ടിലെ വാല്യൂ ക്ലോസസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതിലും ചെറുതുണ്ടെങ്കിൽ മാറ്റി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇൻഡ് ക്ലോസസ്റ്റ് ഈക്വൽ ടു കറണ്ട് ഡോട്ട് ഡാറ്റ. ഓക്കെ, ഇനി വൈൽ കറണ്ട് നോട്ട് ഈക്വൽ ടു നള്ളാവുന്ന വരെ അത് ഇത് പോട്ടെ. എന്നിട്ട് ആദ്യം ഞാൻ നോക്കേണ്ടത് ഇഫ് ഇതൊരു ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്ത് 10നെ ക്ലോസസ്റ്റ് ആക്കി വെച്ച്. ക്ലോസസ്റ്റ് 10, 12 ആണ് ഇതിൻ്റെ ടാർഗറ്റ്. ഓക്കെ, 12. ആ ഡാറ്റ മാറ്റുകയാണെങ്കിൽ ടാർഗറ്റ് നോക്കല്ലേ, അല്ലെങ്കിൽ ഡൗട്ടാവും. ഡാറ്റ സാധാരണ നമ്മൾ ഇതിനാണ് കൊടുക്കല്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്ത് 10 ക്ലോസസ്റ്റ് ആക്കി വെച്ച്. ഇനി ഞാൻ അതിനങ്ങനെ ലൂപ്പ് ചെയ്ത് പോവുമല്ലോ. ആ പോണ കേസിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ കറണ്ടിലുള്ള സാധനം ഈ 10നെ കാട്ടിയും അടുത്തുള്ളതാണോ നോക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ട്വിസ്റ്റ് വരും. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഇതാണോ നോക്കാൻ വേണ്ടിയിട്ട് C-T ചെയ്യാം, അല്ല ക്ലോസസ്റ്റ് മൈനസ് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് 2 കിട്ടും. ഇതേപോലെ എനിക്ക് T-C ചെയ്തൂടെ. അപ്പോൾ അല്ല ഇത് വേണ്ട, വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ടാർഗറ്റ് ആണിത് 12, T-C ചെയ്ത്. അപ്പോൾ എന്ത് കിട്ടി, 2 കിട്ടി. ഇനി എനിക്ക് 13 എന്ന് പറഞ്ഞ വാല്യൂ ഇതിലുണ്ട് വിചാരിക്കുക. അവിടെ ഞാൻ T-C ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക, T-3 വരും. അല്ല, 12 - 13 എന്നാ വരിക. അപ്പോൾ -1 വരും, -1 വരും. അപ്പൊ നമുക്കത് ശരിയാവില്ലല്ലോ. മൈനസ് നമ്മൾ ഇതാക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു ഇഷ്യൂ വരും, മൈനസ് വരുമ്പോഴും വരാതിരിക്കുമ്പോഴും. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 13 ആക്കാൻ എനിക്കിപ്പോൾ ഒരു 18 ആണ് വിചാരിക്കുക.
അപ്പൊ ഇവിടെ എന്ത് വരും -6 എന്ന് വരും. വലിയ നമ്മൾ നോക്കുമ്പോ എന്താണ് -6 2-നെക്കാട്ടും ചെറുതാണ്, പക്ഷേ ഇതാണ് ക്ലോസസ്റ്റ്. കാരണം ഇതിൽ 6 ഡിഫറൻസ് ഉണ്ട്, ഇതിൽ 2 ഡിഫറൻസ് ഉള്ളൂ. അത് നമ്മൾ ഈ മൈനസിനെ കളയണം. അതിന് മാത്സിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മോഡ് എന്നൊക്കെ പറയും. മോഡ് എക്സ്, മോഡ് -2 എന്ന് പറഞ്ഞാൽ 2 ആവും. മൈനസിനെ ഇതാക്കാൻ മോഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 2 ആവും. അത് നമ്മൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, ഡിഫറൻസ് ഏതാണ് ചെറുത് നോക്കുന്നിടത്ത് മോഡ് കാണണം. കാരണം അല്ലെങ്കിൽ ഈ ഇഷ്യൂ വരും. വെറുതെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതായിരിക്കും ചെറുത് കാണിക്കുക, കാരണം മൈനസ് വാല്യൂ ആണല്ലോ ചെറുത് വരിക. പക്ഷെ ഇതായിരുന്നു നമ്മളെ വേണ്ട ആൻസർ. അങ്ങനത്തെ ഒരു ഇഷ്യൂ വരും. അപ്പോൾ അതിന് ജാവയിൽ മാത്ത് എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്. അതിൽ ABS എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ആബ്സല്യൂട്ട് എന്ന് പറയും. അപ്പോൾ ഇഫ് മാത്ത് ഡോട്ട് ABS അതിലെന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക ടാർഗറ്റ് മൈനസ് ക്ലോസസ്റ്റ് ഗ്രേറ്റർ ദാൻ മാത്ത് ഡോട്ട് ABS ടാർഗറ്റ് മൈനസ് കറന്റ് ഡോട്ട് ഡാറ്റ. അതായത് ഇപ്പൊ ക്ലോസസ്റ്റിലുള്ളതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളെ ഇപ്പത്തെ ഇപ്പത്തെ നോഡിലുള്ളതിനെക്കാട്ടും വലുതാണെങ്കിൽ അതിനർത്ഥം എന്താണ്, ഇപ്പത്തെ നോഡിലുള്ളതാണ് ചെറുത്. അത് നമ്മൾ ക്ലോസസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. ഇതാണെങ്കിൽ ക്ലോസസ്റ്റ് ഈക്വൽ ടു കറന്റ് ഡോട്ട് ഡാറ്റ കൊടുത്ത്. ഓക്കെ, ഇത് ചെയ്ത് ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഇഫ് ടാർഗറ്റ് ലെസ് ദാൻ കറന്റ് ഡോട്ട് ഡാറ്റ ആണെങ്കിൽ എന്ത് ചെയ്യുക, ടാർഗറ്റ് ലെസ് ദാൻ കറന്റ് ഡോട്ട് ഡാറ്റ. അതാണ്, അതായത് ഇപ്പോ എനിക്കിപ്പോ 5 ആണുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഇതാണ് ഇപ്പത്തെ കറണ്ടിലുള്ള ഡാറ്റ. ഈ ടാർഗറ്റ് 5 10-നെക്കാട്ടും ചെറുതാണല്ലോ. അപ്പൊ എനിക്ക് ലെഫ്റ്റിലേക്ക് പോകണല്ലോ. ലെഫ്റ്റിലേക്ക് പോകാൻ വേണ്ടിട്ടാണ് ചെയ്തത്, ഐട്രേറ്റ് ചെയ്ത് പോകണല്ലോ. നമ്മൾ സാധാരണ ചെയ്തത് തന്നെ, ചെറുതാണെങ്കിൽ ലെഫ്റ്റിലേക്ക് ഐട്രേറ്റ് ചെയ്യുക, വലുതാണെങ്കിൽ റൈറ്റിലേക്ക് ഐട്രേറ്റ് ചെയ്യുക. അപ്പോൾ ടാർഗറ്റ് ലെസ് ദാൻ കറന്റ് ഡോട്ട് ഡാറ്റ ഇപ്പോഴതിനെക്കാട്ടും ചെറുതാണെങ്കിൽ കറന്റ് ഈക്വൽ ടു കറന്റ് ഡോട്ട് ലെഫ്റ്റ്. എൽസ് ഇഫ് ടാർഗറ്റ് ഗ്രേറ്റർ ദാൻ കറന്റ് ഡോട്ട് ഡാറ്റ ആണെങ്കിൽ കറന്റ് ഈക്വൽ ടു കറന്റ് ഡോട്ട് റൈറ്റ് കൊടുത്ത്. ഇനിയിപ്പോ ഇതൊന്നും അല്ലാത്ത കേസ്, ചെറുതുമല്ല വലുതുമല്ല, ആ കേസ് എന്താണ്, സെയിം ആണെങ്കിൽ പിന്നെ അതിനെക്കാട്ടിയും അക്യുറേറ്റ് ആയിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് ആ ലൂപ്പ് ബ്രേക്ക് ചെയ്തൂടെ. സെയിം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും ക്ലോസസ്റ്റ് വേറെ ഉണ്ടാവില്ല, ഉറപ്പല്ലേ. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. അത് ജസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇതിൽ ആ ഒരു ഒറ്റ കാര്യം, ആ ടാർഗറ്റ് ലെസ് ദാൻ ക്ലോസസ്റ്റ് ആ ഈഫ് കണ്ടീഷൻ ഉണ്ടല്ലോ, ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റി കൊടുക്കണം അവർക്ക്. അതായത് ടാർഗറ്റ് ലെസ് ദാൻ ക്ലോസസ്റ്റ് എന്ന് പറയുമ്പോൾ ടാർഗറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ടാർഗറ്റ് മൈനസ് ക്ലോസസ്റ്റ്, അതിന് ടാർഗറ്റ് ഓക്കെ മൈനസ് ക്ലോസസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ക്ലോസസ്റ്റിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ക്ലോസസ്റ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് ഡോട്ട് ഡാറ്റയിലുള്ള ഇതാണ് ഉള്ളത്. അതായത് ഇപ്പൊ കറണ്ടിൽ എന്താ ഉള്ളത്, റൂട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് ഇപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ കൊടുത്ത നമ്പർ 9 ആണെന്ന് വിചാരിക്കുക. അല്ല പോട്ടെ, ഒരു 15 ആക്കി കളി, 15 ആക്കാം. ഇവിടേക്ക് പോകണം, ആയിക്കോട്ടെ, നല്ല 3 ആക്കി കളി. 3 കൊടുക്കുക. ഓക്കെ, 3 ആണ് നമുക്ക് ടാർഗറ്റ് എന്ന് വിചാരിക്കുക. ടാർഗറ്റ് ലെസ് ദാൻ ക്ലോസസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളത് 10 ആണുള്ളത്. അപ്പോൾ 3 ലെസ് ദാൻ 10 എത്ര വരും, 7 വരും അല്ലേ, -7 വരും. ABS ഉള്ളതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ABS ആകുമ്പോൾ 7 ആയിട്ട് തന്നെ കണക്ക് കൂട്ടും. ടാർഗറ്റ് ലെസ് ദാൻ കറന്റ് ഡോട്ട് ഡാറ്റ, ടാർഗറ്റ് ലെസ് ദാൻ കറന്റ് ഡോട്ട് ഡാറ്റ. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 3 ലെസ് ദാൻ കറന്റ് ഡോട്ട് ഡാറ്റ എന്ന് പറയുമ്പോൾ 3 മൈനസ് 10 വരുമ്പോൾ -7. അപ്പോൾ അബ്സല്യൂട്ട് എടുക്കുമ്പോൾ 7 ഗ്രേറ്റർ ദാൻ 7 അല്ല. അപ്പോൾ എന്ത് ചെയ്യും,
അതിലോട്ട് വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അടുത്ത കേസിൽ എന്ത് സംഭവിക്കും? ടാർഗറ്റ് ലെസ് ദാൻ കറണ്ട് ഡാറ്റ ആണെങ്കിൽ, കറണ്ട് ഡാറ്റ ചെറുതാണെങ്കിൽ ലെഫ്റ്റിലോട്ട് വരും. അത് കഴിഞ്ഞാൽ വീണ്ടും ലെഫ്റ്റിലോട്ട് വരും. ഇല്ല, അത് കഴിഞ്ഞാൽ വീണ്ടും മറ്റേ അടുത്ത ഇറ്ററേഷനിൽ ഫസ്റ്റ് ഈഫിൽ കയറും. ഈഫിൽ കയറും. ഈഫിൽ കയറുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? അതിനെ ക്ലോസസ്റ്റിനെ മാറ്റും. ഇപ്പോൾ ക്ലോസസ്റ്റിനെ മാറ്റുമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. കറണ്ടിലോട്ട് ലെഫ്റ്റിലോട്ട് അത് ഇവിടെ വരും. ഇപ്പോൾ കറണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ വീണ്ടും ചെക്ക് ചെയ്യാണ് ടാർഗറ്റിൽ. അപ്പോൾ കറണ്ട് ഡോട്ട് നോട്ട് ഈക്വൽ ടു നള്ള്. ആ കേസിൽ ഓക്കെ, ടാർഗറ്റ് ലെസ് ദാൻ ക്ലോസസ്റ്റ്. അപ്പോഴും ക്ലോസസ്റ്റ് ഏതാണ്? ടാർഗറ്റ് മൈനസ് ക്ലോസസ്റ്റ്. ഇപ്പൊ ക്ലോസസ്റ്റിൽ 10 ആണല്ലോ ഉള്ളത്. ക്ലോസസ്റ്റിൽ ഇപ്പൊ 10 ആണുള്ളത്. രണ്ടാമത്തെ കേസിലും ക്ലോസസ്റ്റിൽ 10 ഉള്ളത്. അപ്പൊ 7 വരും. ഇനി 7 ഗ്രേറ്റർ ദാൻ. ഇപ്പൊ നമ്മളെ കറണ്ട് ഏതാണ്? 3 മൈനസ് 8 എത്ര? 5. ഇത് ചെയ്യുമ്പോ മോഡ് ചെയ്യുമ്പോ 5 ആയി. അപ്പൊ ഗ്രേറ്റർ ദാൻ ഇതാണ്. അപ്പൊ ഓട്ടോമാറ്റിക് എന്ത് ക്ലോസസ്റ്റിലോട്ട് എന്ത് വെക്കും? 5 വെക്കും. കറണ്ട് ഡോട്ട് ഡാറ്റേനെ വെക്കും. അല്ല 8 വെക്കും. 8 വെക്കും. 8 വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതിലോട്ട് വെക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഡിഫറൻസ് നോക്കിയിട്ട് ഇങ്ങനെ ഏറ്റവും ചെറുതുള്ളത് കൊണ്ടേ വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലാത്തൊരു കേസ്, അതായത് ഈ രണ്ട് സെയിം ആയ കേസിൽ ബ്രേക്ക് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പോൾ ബ്രേക്ക് ചെയ്തു അറിഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ക്ലോസസ്റ്റിൽ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒന്നുമില്ലാത്ത കേസാണെങ്കിൽ അതന്നെ സെയിം തന്നെയാണ് നടത്തും. സെയിം നമ്പർ ആകുമ്പോൾ അതിലും ചെറുത് പിന്നെ നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ ഓക്കെ. അതിനാണ് ഇവിടെ ബ്രേക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്ലോസസ്റ്റിൽ അത് തന്നെയാണ് ക്ലോസസ്റ്റ് എന്നുള്ളത് അല്ലേ? ബ്രേക്ക്. ക്ലോസസ്റ്റിൽ ഇപ്പോൾ അതാണ്ടാവുക. നമുക്ക് കോൾ ചെയ്ത് നോക്കാം. ഇനി ഒന്ന് അത് ചെയ്ത് നോക്ക്, ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്ക്. കോൾ ചെയ്ത് നോക്ക്. സാധനം ഓക്കെയാണ്. ലോജിക്ക് ഡൗട്ട് വന്നാല് ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് നമ്മള് ഇതിലിപ്പോ ഏതാ പറയാ? 12 പറയാ. ഔട്ടില് 3 ഡോട്ട് ഫൈൻഡ് ക്ലോസസ്റ്റ് 12. 11 വന്നാൽ രക്ഷപ്പെട്ടില്ലേ? റിട്ടേൺ കൊടുത്തിട്ടുണ്ടാവില്ല. അതിന്റെ റിട്ടേൺ അല്ല, നമ്മള് വാല്യൂ റിട്ടേൺ ചെയ്തില്ല. റിട്ടേൺ ക്ലോസസ്റ്റ്. സെറ്റ്. ഇത് സിമ്പിൾ പ്രോഗ്രാം ആണ്. ഏതാ ട്രീന്റെ ഒരു എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ.